പേരോട് പിന്നെ ഹാൽ വിട്ടു. പിന്നെ വന്നിട്ട് പേരോട് പറഞ്ഞ എന്താ അത് നിങ്ങൾ കേട്ടോളൂ. ബീരാൻ ഔലിയപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയുണ്ട്. ആ വലിയ അദ്ദേഹം മജ്ദൂബായിരിക്കാം, അല്ലാതെ ആയിരിക്കാം, അത് വേറൊരു വിഷയം. ആ വലിയ ചിലപ്പോ ഇങ്ങനെ പറയും, എന്ത് ലാ കണ്ണ ഇല്ലല്ല, ലാ മൂക്ക ഇല്ലല്ല, ഇങ്ങനെ പറയും. അതിന്റെ അറബിയാണ് ലാ ഐന ഇല്ലല്ല, ലാ അംഫ ഇല്ലല്ല. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്തുണ്ട്, ഒരു മൗലൂദ് കിതാബിലുണ്ട് പോലും. മൗലൂദ് കിതാബ് എന്ന പേരിൽ അച്ചടിച്ച് വരുന്നതിലുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ആളൊന്നുമല്ല ഞാൻ, അത് വേറെ വിഷയം. അതേസമയം ഈ മൗലൂദ് കിതാബ് മർക്കസിലെ ഒരു അധ്യാപകൻ പ്രകാശനം ചെയ്തു പോലും. പ്രകാശനം ചെയ്യുന്ന ആളുകൾ അത് വായിച്ചു നോക്കാറില്ല എന്നുള്ളത് ഇപ്പൊ നേരത്തെ ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ വായിച്ചു നോക്കി ഞങ്ങളെ വായിച്ചു നോക്കിയിട്ടില്ല. അത് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്, അത് വേറെ. എന്നാൽ ഇതിൽ തെറ്റുണ്ടോ എന്നുള്ളത് വേറെ വിഷയം. ഞാൻ പറയുന്നത് പ്രകാശനം ചെയ്തു എന്നത് തെളിവല്ല, മൗലൂദ് കിതാബിനുണ്ട് തന്നെ തെളിവല്ല. മൗലൂദ് കിതാബ് എന്നുള്ള പേരിൽ വരുന്ന കിതാബിൽ പലതും ഉണ്ട്. അതിൽ സ്വീകരിക്കാൻ പറ്റുന്നതുണ്ട്, സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട്. മരിച്ചതിന് ശേഷം ഒരു പ്രത്യേക നിസ്കാരം പറഞ്ഞിട്ടുണ്ട് ഒരു മൗലൂദ് കിതാബിന്. അങ്ങനെ നിസ്കാരം സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കാറില്ല. അച്ചടിച്ച് വരുന്ന മുജാഹിദിന്റെ പ്രസ്സിൽ നിന്ന് മുജാഹിദുകളാണ് ഏകദേശം പോലും അച്ചടിച്ച് വിതരണം ചെയ്യുന്ന പൈസ ഉണ്ടാക്കാൻ. CH മുഹമ്മദ് സെൻസിന്റെ മൗലൂദ് കിതാബ് ആണ് അധികം ഒച്ച സ്വീകരിക്കുന്നത്. എന്നാകട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയം പറയാം. ലാ ഐന ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ പറഞ്ഞാൽ തെറ്റാണോ? ലാ കണ്ണ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ തെറ്റാണോ? ഒരിക്കലുമല്ല. അവരത് പറയുന്നത് ഏതർത്ഥത്തിലാണ് നാം കണ്ടത്? അവരത് പറയുന്നത് ഏതർത്ഥത്തിലാണ്? നമ്മൾ മൗലവിക്ക് ഏറ്റവും പിരിശപ്പെട്ട ആണ് KVM പന്തൂര്. അതേ മാനസിക രോഗിയാണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാനസിക രോഗമുള്ള ആള് പറയുന്നത് എല്ലാം തെറ്റായിക്കൊള്ളുന്നില്ലല്ലോ. മാനസിക രോഗമുള്ള ആള് ചെറുപ്പം കാര്യവും പറയൂലേ, ചെറുപ്പം പറഞ്ഞിട്ട് ഭയങ്കര കാര്യം പറയും ചില മാനസിക രോഗികൾ. അതുപോലെ KVM പന്താവൂര് ഒരു മാനസിക അസുഖമുള്ള ആളാണെങ്കിലും ചിലപ്പോൾ അയാൾ കാര്യവും പറയാറുണ്ട്. കണ്ടോ ഇപ്പൊ ആർക്കാ മാനസിക രോഗം? വിളിച്ചിക്കണോ? മാനസിക രോഗമുള്ള ആൾക്കാരെ കാര്യം പറയണത്. കാര്യം അത് പറഞ്ഞ രക്ഷയുള്ളൂ. പറയാനുള്ളൊക്കെ പറഞ്ഞു നോക്കി, സിക്കണ്ടേ, ഗ്രിപ്പ് കിട്ടണ്ടേ. അവസാനം മാനസിക രോഗിയാണ് KVM എന്ന് പറഞ്ഞുപോയി. എന്നാൽ അങ്ങനെ പറഞ്ഞപ്പോ വിടുന്ന വിചാരം വിട്ടില്ല, പുറകെ കൂടി പേരോടിനെ വിചാരണ ചെയ്തു മുജാഹിദീങ്ങൾ. പിന്നെ മൗലൂദ് കിതാബൊക്കെ എഴുതാൻ മുജാഹിദീങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ഇത് ഗതികയാണ്. ഈ താജ് ഉലമ ഉള്ളാൾകൾ, ഖമറുൽ ഉലമ കാന്തപുരം മുസ്ലിയാർ, ശംസുൽ ഉലമ ഈ കോക്കർ മുസ്ലിയാർ, ഇവർക്കൊക്കെ മൗലൂദ് ഓതണമെങ്കിൽ മുജാഹിദീങ്ങൾ എഴുതി കൊടുക്കണം. ഒരു മൗലൂദ് കിതാബ് എഴുതാൻ പോലുള്ള യോഗ്യതയില്ല ഇവർക്ക്. മുജാഹിദീങ്ങൾ എഴുതി കൊടുത്തിട്ടാണ് നിങ്ങൾ മൗലൂദ് ഓതുന്നത്. ഈ വലിയ ആലിമുലല്ലാമാരൊക്കെ ഉണ്ടായിട്ട് മൗലൂദ് എഴുതാൻ പോലും ഒരാളില്ലേ? അതുപോലെ മുജാഹിദീൻ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നാണക്കേടാർക്കാണ്? ചിന്തിക്കണം നിങ്ങൾ. അപ്പൊ മുജാഹിദീങ്ങൾ എഴുതി കൊടുക്കണം. പിന്നെന്താ ഒരു പരാതി? അതെ, മൗലൂദിൽ പലതുണ്ട്, അത് നമുക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. എങ്കിൽ ജനങ്ങളോട് പറയണ്ടേ? വിചാരണക്കാര് പറഞ്ഞു കൊടുക്കണ്ടേ ഏതൊക്കെ എടുക്കേണ്ടത്, ഏതൊക്കെയാ തള്ളേണ്ടത്? അല്ലാതെ മൗലൂദ് ജനങ്ങളോട് ഓതണം എന്ന് പറയാ, ചെല്ലിക്കോ എന്ന് പറയാ, പുണ്യുണ്ട് എന്ന് പറയാ, കൊള്ളുന്നതും കൊള്ളാത്തതൊക്കെ ഉണ്ട് മൗലൂദില്. എല്ലാ ചപ്പും ചവറുണ്ട് മൗലൂദിലുണ്ട്. അപ്പോ വിചാരണക്കാരന് ജനങ്ങൾ വിചാരണ ചെയ്ത് ചോദിക്കണം, അല്ലോ ഉസ്താദേ ഏതാണ് എടുക്കാൻ പറ്റുന്നത്, ഏതാണ് തള്ളേണ്ടത്? അത് നിങ്ങൾ വിശദീകരിക്കുക. മുജാഹിദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹിന് എതിരാണെന്നും മൗലിദ് എന്നാൽ മദഹ് പറയലാണെന്നും സമസ്ത പണ്ഡിതന്മാർ പ്രസംഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മുജാഹിദുകളുടെ നിലപാട് എന്തിനെയാണ് എതിർക്കുന്നത്, എന്തുകൊണ്ട് എതിർക്കുന്നു? സക്കരിയ സ്വലാഹി വിശദീകരിക്കുന്നു. എന്താണ് മൗലിദ് എന്ന് പറഞ്ഞാൽ? ജന്മസ്ഥലം, ജന്മസമയം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ആളുകൾ പറഞ്ഞു മൗലൂദ് എന്നായി പോയതാ. മൗലൂദ് എന്ന് പറഞ്ഞാൽ ജനിച്ച കുട്ടി എന്ന അർത്ഥം. ജനിച്ച കുട്ടിയെ ആഘോഷിക്കാറില്ല എല്ലാവരും. അപ്പൊ മൗലൂദ് ആഘോഷം എന്നത് തെറ്റാണ്. മൗലിദ് ആഘോഷമാണ്, ജനിച്ച സമയം ആഘോഷിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസത്തിൽ ജനിച്ചു. അതുകൊണ്ട് റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയാണ് പണ്ടൊക്കെ ആഘോഷമെങ്കിൽ ഇന്ന് റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെയും 30 കഴിഞ്ഞാലും തീരാത്ത റബീഉൽ ആഖിറിലേക്ക് നീണ്ടു കിടക്കുന്ന ആഘോഷ പരമ്പരകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾക്ക് ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ എഴുതി വെക്കട്ടെ, ടേപ്പിൽ പിടിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് 40-ാമത്തെ വയസ്സിൽ വഹയി കിട്ടിയിട്ട് 63-ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. 22 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയി. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ അല്ലാഹുവിന്റെ റസൂല് എന്തെങ്കിലും ഒരു ആഘോഷം സംഘടിപ്പിച്ചോ? ഇന്നെന്റെ മൗലിദാണ്, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് 4 കാരക്കെങ്കിലും വിതരണം ചെയ്തോ? സഹാബികൾ ഒരു 10 സലാത്തെങ്കിലും അധികം ചൊല്ലിയോ? എന്തെങ്കിലും ഒരു പ്രത്യേക മധു പറച്ചിലവർ സംഘടിപ്പിച്ചിട്ടുണ്ടോ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്.
അതുപോലെ തന്നെ നബിയുടെ കാലശേഷം ജീവിച്ച 30 കൊല്ലം ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരണം നടത്തി. ഹിജ്റ 110 അവസാനത്തെ സഹാബി മരണപ്പെടുന്നത്. ആ സഹാബികൾ അവർ റസൂലിന് ശേഷം 1 നൂറ്റാണ്ട് ജീവിച്ചിട്ട് ഒരിക്കലെങ്കിലും 99ഓളം ജന്മദിനങ്ങൾ റസൂലിന്റേത് കഴിഞ്ഞു പോയിട്ട് സഹാബികൾ ആരെങ്കിലും ഒരു ജന്മദിനം കൊണ്ടാടിയോ? എന്തിന് ഞങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കണം? മുസ്ലിയാക്കന്മാര് തന്നെ സമ്മതിച്ച യാഥാർത്ഥ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അക്ഷരം പ്രതി പകർത്തിയ ആദ്യ നൂറ്റാണ്ടുകാരുടെ കാലത്ത് ഇങ്ങനെ ഒരു ജന്മദിനം കൊണ്ടാടേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നില്ല. ഹിജ്റ 4-ാം നൂറ്റാണ്ട് മുതൽ ഈ സമ്പ്രദായം ഉടലെടുക്കുകയും തദ്വിഷയകമായി നിരവധി ഗ്രന്ഥങ്ങൾ വിരചിതമാവുകയും ചെയ്തു എന്ന് അവർ അവരുടെ സുന്നി വോയിസ് 1981 ഡിസംബർ 18 എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ദീനിൽ അത് ഉൾപ്പെട്ടതല്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തരുന്നു, വഹ്യാകുന്ന എന്റെ അനുഗ്രഹം സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് ഇതാ മതമായി തൃപ്തിപ്പെടുന്നുവെന്ന് അവസാനത്തെ ഹജ്ജിൽ അല്ലാഹു ഇറക്കിയ ആയത്ത്. അതിനുശേഷം ദീനിലൊന്നും കൂട്ടിച്ചേർക്കാനോ വെട്ടിച്ചുരുക്കാനോ ആർക്കും അവകാശമില്ലെന്ന് റസൂൽ അസന്നിഗ്ധമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കാലത്തില്ലാത്ത വല്ല പ്രവൃത്തിയും ആരെങ്കിലും ഈ ദീനിൽ ചെയ്താൽ അത് സ്വീകാര്യമല്ല. അള്ളാഹുവിന്റെ അടുക്കൽ അതിനൊരു വിലയുമില്ല. നമ്മുടെ കാലത്തില്ലാത്ത വല്ല കാര്യങ്ങളും ഈ ദീനിൽ ആരെങ്കിലും പുതുതായി കടത്തിക്കൂട്ടിയാൽ അത് ഫഹുവ റദ്ദുൻ, അത് അസ്വീകാര്യമാണ്, അള്ളാഹു സ്വീകരിക്കുന്നതല്ല. അപ്പൊ ഈ കാര്യം എന്ന് പറയുന്നത് ദീനിന്റെ കാര്യമാണ്. ദീനിന്റെ കാര്യത്തിൽ ആര് പുതിയത് കടത്തിക്കൂട്ടിയാലും അത് അസ്വീകാര്യമാണെന്നും റസൂലിന്റെയും സഹാബത്തിന്റെയും കാലത്തില്ലാത്ത വല്ല അമലും ഈ മതത്തിന്റെ പേരിൽ ആരെങ്കിലും പുതുതായി ചെയ്താൽ അത് ഏറ്റവും വൃത്തികെട്ടതാണെന്നും റസൂൽ പഠിപ്പിക്കുകയാണ്. ഫൈന ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ. കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങളാണ്. പുതുതായി കടത്തിക്കൂട്ടപ്പെട്ടവയെല്ലാം പുത്തനാചാരങ്ങളും അതുകൊണ്ട് തന്നെ നരകത്തിലുമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഓരോ പ്രസംഗത്തിലും സഹാബികളെ ബോധ്യപ്പെടുത്താറുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ മുജാഹിദുകൾ മൗലിദ് ആഘോഷിക്കാത്തത്. നിങ്ങൾ മൗലിദിനോടനുബന്ധിച്ച് ചൊല്ലുന്ന ഗീതങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം. അതിൽ യഥാർത്ഥ ചരിത്രം തന്നെ ഉൾപ്പെടുത്തി നിങ്ങൾ ഒരു കഥാപ്രസംഗം മോഡലിൽ ഗദ്യമായും പദ്യമായും ഗദ്യപദ്യ സമ്മിശ്രമായും ഉണ്ടാക്കിയാലും ഞങ്ങൾക്കത് സ്വീകാര്യമല്ല. കാരണം എന്താ? റസൂലിന്റെ സഹാബത്ത് അങ്ങനെ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് ഒരു മൗലിദ് പാരായണം നടത്തിയിട്ടില്ല. അങ്ങനെ മൗലിദിനോടനുബന്ധിച്ച് ചൊല്ലാൻ വേണ്ടി പദ്യമോ ഗദ്യമോ ഗദ്യപദ്യ സമ്മിശ്രമോ അവരുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ബിദ്അത്താണ്, വലാലത്താണ്, സന്മാർഗത്തിന് വഴികേടാണ്. 300 കൊല്ലം കഴിഞ്ഞിട്ട് ദീനിൽ സിയാക്കൾ കടത്തിക്കൂട്ടിയതാണിത്. ആദ്യത്തെ 300 കൊല്ലം എന്ന് പറഞ്ഞാൽ അലവലാദികൾ ജീവിച്ച 300 കൊല്ലമല്ലാതെ സഹാബികൾ, താബികൾ, താബിഉ താബികൾ എന്ന് പറയപ്പെടുന്ന സലഫുസ് സാലിഹുകൾ, ഈ സമുദായത്തിലെ ഉത്തമരിൽ ഉത്തമരായ നല്ലവരായ മുൻഗാമികൾ അവരാരും തന്നെ കൊണ്ടാടിയിട്ടില്ലെന്ന്. മൗലൂദിന് 5000 അറുക്കണം, കോഴി 10000 പൊരിക്കണം, അതുപോലെ സ്വർണ്ണമുണ്ടെങ്കിൽ ചെലവാക്കണമെന്ന് വാദിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് വരെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ എന്നാണ് ഫത്വൽ മുഈനിന്റെ വ്യാഖ്യാനമായ സയ്യിദ് ബഖരിയുടെ യാനത്ത് താലിബീനിൽ പറഞ്ഞിട്ടുള്ളത്. സഹാബി എന്ന പണ്ഡിതന്റെ വാക്യമായിട്ടാണ് അത് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളാരും പറഞ്ഞതല്ല. പള്ളി ദർസുകളിൽ ഓതുന്ന ഫത്വൽ മുഈനിന്റെ വ്യാഖ്യാനം. ഈ മൗലിദ് ആഘോഷം 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉടലെടുത്തതാകുന്നു. അതുകൊണ്ട് അത് ഇസ്ലാമിൽ ഉൾപ്പെട്ടതേ അല്ല, ഇസ്ലാമിൽ ഉൾപ്പെട്ടതല്ലാത്തൊരു ആചാരമാണ് ഈ മൗലിദ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബിദ്അത്തുകൾ ചെയ്താൽ അവരുടെ തൗബ പോലും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്നാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്നല്ലാഹ യഹ്തജറ തൗബത അൻ സാഹിബി അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. ബിദ്അത്തുകൾ അനുഷ്ഠിക്കുന്നവരാൽ, ബിദ്അത്തായ വിശ്വാസങ്ങൾ, ബിദ്അത്തായ ആചാരങ്ങൾ കൊണ്ടു നടക്കുന്ന ആൾ ആ ബിദ്അത്തിനെ പാടെ ഉപേക്ഷിക്കുന്നത് വരെ അയാളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുന്നതല്ല. പടച്ചവനെ എന്റെ പാപം പൊറുക്കണേ, എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ടല്ലോ, അവർ ഈ ബിദ്അത്ത് ചെയ്യുന്നവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ പോലും അവരുടെ ആ പശ്ചാത്താപം സ്വീകരിക്കുന്നതല്ലെന്ന് വ്യക്തമായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അൽ അഹാദീസുൽ മുഖ്താറയിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ളിയാഉദ്ദീനുൽ മുഖദ്ദിസിയുടെ ആ അഹാദീസുൽ മുഖ്താറ ആ വ്യക്തമായ സനദോട് കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശിർക്ക് മൂലം നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നതിന് നിറം മങ്ങുമെന്നും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ലെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശിർക്കാകുന്ന പാപം പ്രത്യേകിച്ചും പൊറുക്കുകയില്ല. അതുപോലെ തന്നെ ബിദ്അത്ത് ചെയ്ത ആളുടെ തൗബ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതൊരിക്കലും അല്ലാഹുവിൽ എത്തുകയില്ല, സ്വീകരിക്കുന്നതല്ല.
ഇതുകൊണ്ടാണ് ഞങ്ങൾ മൗലിദ് കൊണ്ടാടാത്തത്. മനസ്സിലായില്ലേ? ഞങ്ങളെ ദീൻ സുരക്ഷിതമായിരിക്കണം, പരലോകത്ത് ഞങ്ങൾക്ക് രക്ഷപ്പെടണം എന്നതുകൊണ്ടാണ്. റസൂൽ കൊണ്ടുവന്ന ദീനിൽ റസൂൽ പഠിപ്പിക്കാത്ത വല്ലതും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും വല്ലതും കൂട്ടിച്ചേർത്താൽ അത് തള്ളിക്കളയേണ്ടതാണെന്നാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ആദ്യകാല നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പഴയ കാലത്തുള്ള മൗലിദ് പാരായണം ഇക്കാലത്ത് ജനങ്ങൾക്ക് അരോചകമാണ്. അതിനാൽ മൈക്കിൾ ജാക്സൺ സ്റ്റൈലിലാണ് ഇന്ന് അത് ചൊല്ലേണ്ടത്. അങ്ങനെ സ്വന്തം ആചാരങ്ങൾക്ക് തന്നെ നവീകരണം നടത്തേണ്ട സ്ഥിതിയിലാണ് സമസ്തക്കാർ. എന്നാൽ ഇസ്ലാമിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉള്ളതുപോലെ തന്നെയാണ് എന്നും ചെയ്യേണ്ടത്. നവീകരണവാദികൾക്ക് കാലത്തിനനുസരിച്ച് തങ്ങളുടെ ആശയങ്ങൾ നവീകരിക്കേണ്ടി വരുന്നു. പക്ഷെ ഇന്ന് അതിനോടൊക്കെ പുച്ഛമാണ് മുസ്ലിയാക്കന്മാർക്ക്. അന്നത്തെ ആ മൗലിദ് ചൊല്ലുന്ന കാക്കമാരെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പുതിയ മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നിട്ടുള്ളത്. ഡിസ്കോ സ്റ്റൈലിൽ ചെല്ലണ്ടേ? ഈ കാക്കാർക്ക് എന്താ അറിയാം? AP ഗ്രൂപ്പിന്റെ സൂപ്പർ വായാടി പത്തപ്പിരിയം റഷീദ് പറയുന്നുണ്ട്, 6ാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ ചെല്ലുക. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക. ഇതന്നെ ശരി. അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയ തന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യാം. അതിന്റെ ത്വാരാൽ ബദറും അല്ലേ? നമ്മൾ പഴയ കാലത്തെ മൗലിദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ. അതുകൊണ്ട് കുറെ ആൾക്കാർ എതിർത്തിരുന്നു. എന്താ ഇപ്പൊ ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദുമാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സന്മാരും ഇങ്ങോട്ട് വരും, ഒരു തോർച്ച് മുണ്ടോണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ 3 അട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ചാണ് മൗലായ ഉള്ള ഒച്ചൊക്കെട്ടം ചെല്ലല. കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചരണത്തിന് കൊണ്ടുപോണ വണ്ടിയിൽ നിന്നും കൂടി കേൾക്കുന്നത് ഏതാണ്? طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داج تشرفت المدينة. പടച്ചോനെ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളതിന്റെ ഒപ്പം ഇങ്ങനെ പോകുക അല്ലേ? അതുപോലെ റസബി, ആ റസബിന്റെ കാസറ്റ് അങ്ങനെ കേൾക്കുമ്പോൾ ഉറുദുവിലും അങ്ങനെ സബ്മിർക്കൽ പോലെ മറുകേബ, ഊച്ചെ പോലെ മറുകേബ, സബ്മിർക്കൽ പോലെ മറുകേബ മറുകേബയ ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ മിൽക്കർ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ചെ പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ? ഉറുദു ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ വലിയ തീവ്രത ഉള്ളാത്ത മുജാഹിദും പതുക്കെ കാറ് കയറിയിട്ടൊക്കെ ചിലപ്പം ആ കേസറ്റ് ആ ഇട്ട നിങ്ങൾ കേട്ടു നോക്കട്ടെ അത് നമ്മളിങ്ങനെ പോവുക. നോക്കിങ്ങൾ ആ ഇതെന്തേ 6ാം നൂറ്റാണ്ടില് കവി ഭല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമാ പാട്ട് പാടിയിരുന്ന ആളുകൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോലിക്ക് പീച്ചേക്കാകെ ഇതാ ചൊല്ലുന്നത് ബഷീർ. ഇപ്പൊ നേരെ വെച്ച ബിൽക്കർ പോലെ ഇതാ എടുക്കുന്നത് കണ്ടങ്ങള്. ഇതന്നെയാണ് നമ്മളുടെ മാറ്റം. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റുമെന്ന് തെളിയിക്കുന്നു. صدمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم وسل غنينا وسل بدرا وسل قعودا الفصول غافل لهم ادهى من المقام مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم المسدر البيض حمرا بعدما برد من الحدا كل مثبت من الإمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم قدمته بمديح أستقيل به ذنوب عمر مضى في الشعر والخدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അപ്പോ ശൈത്താനിയത്താണ് കുറച്ച് കണ്ടാൽ വിദ്യാർത്ഥി രോഗമാണ്, അത് പടർന്നു. അള്ളാഹു ലഅനത്ത് ചെയ്ത സദസ്സാത് കണ്ടില്ല നിങ്ങൾ? എന്താ ഇവിടെ നടക്കുന്നത്? നല്ല അടിപൊളി മ്യൂസിക്. അള്ളാഹിന്റെ റസൂല് പിശാചിന്റെ ശബ്ദമാണെന്ന് സഹാബത്തൊക്കെ പറഞ്ഞ്
മആസിഫ് വാദ്യോപകരണങ്ങൾ അത് ഹലാലാക്കുന്ന ഒരു കൂട്ടരെന്റെ സമുദായത്തിൽ വരും എന്ന് റസൂൽ പറഞ്ഞല്ലോ. യകൂനു ഫി ഉമ്മത്തി അഖ്വാമുൻ, എന്റെ സമുദായത്തിൽ ചില വിഭാഗങ്ങൾ വരും. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ, വ്യഭിചാരത്തെ അവർ ഹലാലാക്കും. ആണുങ്ങൾക്ക് പട്ടുവസ്ത്രം ഹറാമാണ്, അത് അവർ ഹലാലാക്കും. വൽ മആസിഫ്, അതുപോലെ വാദ്യോപകരണങ്ങളെ സംഗീതോപകരണങ്ങൾ ഹലാലാക്കും. അപ്പോ നവീകരണമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഴമക്ക് പുതുമ നൽകുകയാണ്, മോഡിഫൈ ചെയ്യാണ്. തന്നെ നവീകരണം. പഴയ കോലമൊക്കെ മാറ്റി. അതുകൊണ്ട് ഞങ്ങൾക്കതുമായി ബന്ധമില്ല എന്ന് ചില ആൾക്കാർ പറഞ്ഞിരിക്കും. കാര്യം അങ്ങനെയാണല്ലോ. ചില ആളുകളുടെ വിചാരം ഫോണ്ട് മാറ്റിയ കാര്യം മാറും. ഹുബ്ബുർ റസൂലിന്റെ ഫോണ്ട് അത് എഴുതുന്ന കോലൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കാര്യം മാറുമെന്ന ചില ആൾക്കാരുടെ വിചാരം. അങ്ങനെയുള്ള ആൾക്കാർ പറയും ഞങ്ങൾ പഴയ രൂപമൊക്കെ മാറ്റിയിട്ട് ഇപ്പോ വലിയ വലിയ കോൺഫറൻസുകളും അത്തരത്തിലുള്ള പരിപാടികളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കതുമായി ബന്ധമില്ല എന്നൊരു പക്ഷേ നാളെ പറയാൻ സാധ്യതയുണ്ട്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, പ്രഗത്ഭരായ ആളുകൾ അണിനിരക്കുന്ന ഒരു നബിദിന റാലി ഇപ്രാവശ്യത്തെ നബിദിന റാലിയാണ്. അതുകൊണ്ട് നിങ്ങൾ അതുകൂടി ഒന്ന് ദർശിച്ചു കഴിഞ്ഞാൽ ആ സംശയം അങ്ങ് നീങ്ങി കിട്ടും. ഇസ്ലാമിക സമൂഹത്തിനും ലോകത്തിനും വഴികാട്ടിയായിരുന്ന മുഹമ്മദ് നബിയുടെ 1435 ജന്മദിനമാണെന്ന് മലപ്പുറത്ത് വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. പ്രവാചക തിരുമേനിയുടെ 1450 ജന്മദിനമാണ് നടക്കുന്നത്. ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്നത് പ്രവാചക തിരുമേനിയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് സമൂഹത്തിന് നൽകുക എന്നുള്ളതാണ്. പ്രവാചകർ വർഗീയവാദിയോ തീവ്രവാദിയോ ആയിരുന്നില്ല എന്നല്ല, വിഭാഗീയതയോ തീവ്രവാദിയോ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. മറിച്ച് പ്രവാചകർ എപ്പോഴും നീതിക്കും സത്യത്തിനും ഒപ്പമായിരുന്നു. മഅദിനുൽ സഖാഫത്ത് ഇസ്ലാമിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിന റാലിക്ക് ഇബ്രാഹിം മുൽ ഖലീൽ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകി. പണ്ഡിതരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ നബിദിന റാലിയിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് മണക്കാട്, കേശവദാസപുരം പള്ളികളിൽ നബിദിനത്തോടനുബന്ധിച്ച് അന്നദാനം സംഘടിപ്പിച്ചു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം, മലപ്പുറം. ഖുറാഫികൾ പ്രവാചകനെ സ്നേഹിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതിനും മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനും ഈ ദിവസം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ഉണ്ണിയേശുവിനെ അവതരിപ്പിക്കുമ്പോൾ, അഹിന്ദവർ ഉണ്ണികൃഷ്ണനെ അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ഉണ്ണി മുഹമ്മദിനെ അവതരിപ്പിച്ചുകൂടാ? ഇജ്തിഹാദ് നടത്തി കിയാസാക്കിയെടുത്ത ഉണ്ണി മുഹമ്മദിനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവരുടെ കിയാസിന്റെ രൂപം. ആരാധനക്കായി സ്ത്രീകൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരുന്നത് ഹറാമാണെന്ന് പറയുന്ന പുരോഹിത വർഗം സ്ത്രീകളുടെ ഘോഷയാത്രയാണ് നബിദിനത്തിൻ്റെ പേരിൽ നടത്തുന്നത്. നബിദിന റാലിയിൽ മുതിർന്ന സ്ത്രീകൾ പങ്കെടുക്കുന്ന റാലി നേരിൽ കാണുക. സഹോദരങ്ങളെ, നമ്മൾ ഇത് ഇങ്ങനെ കാണിച്ചു തന്നാ അറിയും. ചിലപ്പോ പറയും അത് മുജാഹിദികൾ അവിടെ കൊന്നിട്ട് അറബനെ മുട്ടിയിട്ട് എടുത്തോണ്ട് വന്നെന്ന് പറയും. അപ്പൊ അങ്ങനെ ഇത് കാണിച്ചാൽ പറയുന്നത് അത് നമ്മുടെ പരിപാടിയൊന്നുമല്ല, നേരെ മറിച്ച് അത് മുജാഹിദിൽ ഇങ്ങനെ അഭിനയിച്ചിറക്കുന്ന സാധനമാണ് അതൊക്കെയാണ്. ഇപ്പൊ ഏതായാലും അത് പറയൂല, ഉത്തരവാദിത്തപ്പെട്ട വാർത്താ മാധ്യമത്തിലാണ് ഞാൻ കാണിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ വളരെ വ്യക്തമാണ്. വലിയ വലിയ ഖേമന്മാരൊക്കെ ഇപ്പൊ രംഗത്ത് അല്ലേ? മുജാഹിദുകളും സമസ്തക്കാരും തമ്മിലുള്ള തർക്കത്തിലെ സുപ്രധാനമായ 13 ചോദ്യങ്ങൾ ഹുസൈൻ സലഫി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് ചോദിച്ചു. തങ്ങളാണ് വിവരമുള്ളവരെന്നും മുജാഹിദ മൗലവിമാർ ജാഹിലുകളാണെന്നും അഹങ്കാരത്തോടെ പറയുന്ന പേരോട് സഖാഫി ചോദ്യങ്ങളെ വളച്ചൊടിച്ച് തനിക്ക് അനുകൂലമാക്കുകയും അതിന് സ്വന്തം ന്യായീകരണത്താൽ ഉത്തരം പറയുകയും ചെയ്ത് സ്വയം അപഹാസ്യനാകുന്നത് കാണുക. മക്കയിലെയും മദീനയിലെയും ആശയങ്ങൾ പറയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യതയുള്ളത്? മക്കയിലും മദീനയിലുമൊക്കെ ആണ്ട് നേർച്ച നടക്കുന്ന ഡേറ്റ് എന്നാ, അവിടെ കൊടികുത്ത് നേർച്ച നടക്കുന്ന ഡേറ്റ് എന്നാ എന്നൊക്കെ ഓരോന്നും ചോദിച്ചിരുന്നു. അപ്പൊ മൂപ്പര് പറയുന്നു, എന്ത് സെലഫി ഇവിടെ എന്നോട് 13 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എല്ലാ ചോദ്യത്തിനും മറുപടിയും പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്റെ ചോദ്യം മൂപ്പര് കേൾപ്പിക്കുന്നുണ്ട്, മൂപ്പരുടെ ഉത്തരങ്ങളും പറയുന്നുണ്ട്. ഓരോന്നോരോന്നായി ഇൻഷാ അല്ലാഹ് ഇനി അതിലൂടെയാണ് കടന്നു പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. എന്റെ ചോദ്യം നിങ്ങൾ ആദ്യം കേൾക്കും, മറുപടി ഞാൻ പിന്നെ പറഞ്ഞുതരാം. വരട്ട മൗലവിന്റെ ചോദ്യം ഒന്ന് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ. മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയിലും ആണ്ട് നേർച്ചന്റെ ഡേറ്റ് എന്നാ? അവിടെ കൊടികുത്ത് നേർച്ചന്റെ ഡേറ്റ്. അവിടെ കബറ് കെട്ടാൻ ആരാ പോകാറത്? പേരോടാള് പറഞ്ഞേക്കലുണ്ടോ?
അവിടെ വിളക്ക് കത്തിക്കാൻ ആരെയാ പറഞ്ഞേക്കല്? സിറാജുൽ ഹുദയിലെ കുട്ടികളാണോ അവിടെ കബറിന് വിളക്ക് കത്തിക്കല്? അവിടെ കബറിന്റെ ചുറ്റും തവാഫ് നടക്കാറുണ്ടോ? അതുപോലെ തന്നെ കബറിന്റെ അടുക്കൽ വെച്ച് സഅയ് നടത്താറുണ്ടോ? എണ്ണത്തിരി കത്തിച്ച് വെക്കാറുണ്ടോ? മഖബറയിൽ പോയിട്ട് അവിടെ പോയിട്ട് സത്യം ചെയ്യുന്ന പരിപാടി മക്കയിലോ മദീനയിലോ ഉണ്ടോ? ഇത് പള്ളിയിലേക്ക് ബന്ധപ്പെട്ടതാണ്. ഇനി വേറെയും പറയാ, നിസ്കാരല്ലേ, കൂട്ടപ്രാർത്ഥന ഉണ്ടോ? നിങ്ങൾ ഈ പള്ളിയിലില്ലേ, ഈ പള്ളിയിൽ നിങ്ങൾ കൂട്ടപ്രാർത്ഥന നടത്തുന്നത് ഏത് മക്കത്തുനിന്നും മദീനത്തിൽ നിന്നാണ് നിങ്ങൾ അത് പഠിച്ചത്? ഈ പള്ളിയിൽ നിങ്ങൾ മാശറവിളി നടത്തുന്നത് ഏത് മക്കത്തുനിന്നും മദീനത്തിൽ നിന്നാണ് നിങ്ങൾ അത് പഠിച്ചത്? നിങ്ങൾ ജനാസ കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ദിക്ർ ചൊല്ലി പോകുന്നു മക്കത്തും മദീനത്തുണ്ടോ? നിങ്ങൾ തൽഖീൻ ചൊല്ലുന്നു മക്കത്തും മദീനത്തും ഉണ്ടോ? നിങ്ങൾ ബാങ്ക് ഇഖാമത്തും കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് കൊടുക്കുന്നു. ഇഖാമത്ത് വിളിക്കുമ്പോൾ അങ്ങനെ തന്നെ സ്വലാത്ത് ചൊല്ലുന്നു. നിങ്ങളെ പള്ളിയിൽ അങ്ങനല്ലേ? അത് മക്കത്തുണ്ടോ മദീനത്തുണ്ടോ? നിങ്ങളെ പള്ളിയിൽ സുബഹിക്ക് ഖുനൂത്ത് ഓതുന്നു, ഖുനൂത്ത് ഓതിട്ടില്ലെങ്കിൽ ആ മുബ്തദിയാന്ന് പറയുന്നു. മക്കത്തെ പള്ളിയിലുണ്ടോ? മദീനത്തെ പുറത്തെ പള്ളിയിലുണ്ടോ? എന്താ നിങ്ങൾ ഈ പറയുന്നതിന്റെ പുതുമ? ശ്രദ്ധിച്ചില്ലേ? മക്കയിലും മദീനയിലും നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ ചോദിച്ചതാ. എത്രയോ കാര്യങ്ങൾ എണ്ണി ചോദിക്കാനുണ്ട്. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ചില സംഗതികൾ ചോദിച്ചതാണ്. അങ്ങനെ എന്റെ ചോദ്യത്തിന് ഇനി മൂപ്പര് മറുപടി പറഞ്ഞു തുടങ്ങുകയാണ്. മറുപടി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്റെ ചോദ്യം എന്തായിരുന്നു എന്ന്. ഞാൻ ചോദിച്ചു, മക്കയിലും മദീനയിലും ആണ്ട് നേർച്ചയുടെ ഡേറ്റ് എന്നാ? ആണ്ട് നേർച്ച എന്നാണ് എന്റെ ചോദ്യം. കൊടികുത്ത് നേർച്ച എന്നാണ് എന്റെ ചോദ്യം. ചോദ്യത്തെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് മറുപടി പറയാൻ ആരംഭിക്കുന്നു. ശ്രദ്ധിച്ചോളൂ. 13 വിഷയ ചോദിച്ചത്. 13ന്റെയും മറുപടി പിടിച്ചോ. അത് മക്കയിൽ ആണ്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. എന്താണ് ഈ ഹജ്ജ് എന്ന് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൊല്ലത്തിലൊരു പ്രാവശ്യം അവരെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ പോയി സൽക്കർമ്മം നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. അത് ആണ്ടിലൊരിക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആണ്ട് തന്നെയല്ലേ അത്? അത് നേർച്ചയാക്കലുണ്ടോന്ന്? ഹജ്ജ് നേർച്ചയാക്കലില്ലേ? കേട്ടോ, മനസ്സിലായില്ലപ്പോ? മക്കത്തെ ആണ്ട് നേർച്ചയാണ് ഹജ്ജ്. മനസ്സിലായില്ലേ? ഇതാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. നിങ്ങൾ കേൾക്കാത്ത പല വാദങ്ങളുമായി ചില ദജ്ജാലികൾ കസ്സാബുകൾ രംഗത്ത് വരും. സൂക്ഷിച്ചോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഹജ്ജ് ചെയ്തിട്ടില്ലേ? റസൂല് ഹജ്ജ് ചെയ്തിട്ടില്ലേ? അത് ആണ്ടായിരുന്നോ ആണ്ട് നേർച്ചയായിരുന്നോ? ഇയാൾ ചോദ്യത്തെ തന്നെ അട്ടിമറിച്ചു. ആണ്ട് എന്നല്ല ഞാൻ ചോദിച്ചത്. ഇനി അതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആണ്ട് നേർച്ചയുടെ ഡേറ്റ് എന്താണല്ലേ ചോദിച്ചത്. എന്റെ ചോദ്യത്തിന്റെ ഗുട്ടൻസ് എന്താണ്? അന്നം തിന്നുന്ന മുഴുവൻ ആളുകൾക്കും തിരിഞ്ഞിട്ടുണ്ട്, പേരോടിലല്ലാത്തവർക്കൊക്കെ മനസ്സിലായിട്ടുമുണ്ട്. ഞാൻ ചോദിച്ചത് എന്താ? മക്കത്തും മദീനത്തും ആണ്ട് നേർച്ചയുടെ ഡേറ്റ് എന്താ? എനിക്ക് ഡേറ്റ് ഒന്നും തരണ്ട, എപ്പോഴവിടെ ആണ്ട് നേർച്ച നടക്കല് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചോദിച്ച ആണ്ട് നേർച്ച എന്താ? ഇയാൾക്കതാ തിരിയോല്ലോ. ഞാൻ എന്താ ചോദിച്ചത് ഇയാൾക്ക് മനസ്സിലാകായിട്ടല്ല. പക്ഷേ സലഫിയുടെ 13 ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞിട്ട് ഇത് വരുത്തി തീർക്കണം മൂപ്പർക്ക്. അപ്പൊ ഇതിന് ആണ്ടുണ്ട്. ഏതാ ആണ്ട്? ഹജ്ജ്. എല്ലാരും ആണ്ടിന് പോവുക. പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് കുഞ്ഞമ്മദാക്കയും അതുപോലെ തന്നെ പാത്തുമ്മത്താത്തയൊക്കെ ക്യൂല് നിൽക്കുകയാണ്. എന്തിനു? പാസ്പോർട്ട് എടുക്കാൻ. എന്തിനാ പാസ്പോർട്ട്? മക്കത്ത് ആണ്ട് നടക്കുന്നുണ്ട്, അവിടേക്ക് പോവുക അല്ലേ? ആണ്ട് നേർച്ചക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാ. ആണ്ട് നേർച്ചക്ക് കോട്ടയും ജയിലും കത്തിയൊക്കെ ആയിട്ട് പോവുക. ആണ്ട് നേർച്ച. ആണ്ട് നേർച്ച എന്താ നീ സാധുവിന് മനസ്സിലായോ? അതോ മനസ്സിലാകായിട്ടോ? മനസ്സിലാകായിട്ടൊന്നുമല്ല, വിളവൻ കുഞ്ഞാപ്പു അല്ലേ ഇത്? ഈ കുഞ്ഞാപ്പൂന് ഇത് തിരിയായിട്ടാ? കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്റെ ചോദ്യം എന്താണ്? അവിടെ കുടുങ്ങിയത് കൊണ്ട് തന്നെയാണ് ആണ്ടാക്കി മാറ്റുന്നത്. ഹജ്ജ് ആണ്ടോ? ആരുടെ ആണ്ടാ? ആരുടെ ആണ്ട് നേർച്ചയാ ഹജ്ജ്? പേരോട് പറയട്ടെ. ഇബ്രാഹിം നബിയുടെ ആണ്ടാ? ഇസ്മായിൽ നബിയുടെ ആണ്ടാ? ആണോ? സുഹൃത്തുക്കളെ, എന്താ ആണ്ട് നേർച്ച? പഠിച്ചു വെച്ചോ. ആണ്ടു നേർച്ച നിങ്ങൾ പഠിപ്പിക്കുന്ന നിർവചനത്തിൽ നിന്നാ ഞാൻ ചോദിക്കുന്നത്. ആണ്ട് നേർച്ച കേട്ടോളൂ. എന്താ ആണ്ട് നേർച്ചയുടെ തരീഫ് നിർവചനം പഠിച്ചോ. മഹാന്മാരുടെ മഖ്ബറകളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അവരുടെ നിര്യാണ ദിനത്തിനോടനുബന്ധിച്ച് കൊല്ലം തോറും നടന്നു വരുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് ആണ്ടു നേർച്ച എന്ന് മുസ്ലിങ്ങൾ പറയുന്നത്. തെക്കൻ കേരളത്തിൽ ചന്ദനക്കുടമെന്നും തമിഴ്നാടുകളിൽ കന്തൂരി എന്നും വടക്കേ ഇന്ത്യയിൽ ഉറൂസ് എന്നും ഈ ആഘോഷത്തിന് പറയുന്നു.
മരണത്തോടെ ആത്മാവ് എന്ന മണവാട്ടി അല്ലാഹു എന്ന മണവാളനുമായി സന്ധിക്കുന്നു എന്നാണ് സൂഫി ദർശനം. നിങ്ങൾ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണിപ്പോ? ഒരാളുടെ നിര്യാണത്തോടനുബന്ധിച്ച് ആണ്ടുതോറും നടക്കുന്നത്. ഇബ്രാഹിം നബി ദുൽഹജ്ജ് 10-നാണോ പേരോടെ മരിച്ചത്? ആണോ? ഇബ്രാഹിം നബിയുടെ ആ നിര്യാണത്തോടനുബന്ധിച്ചുള്ള ചടങ്ങാണ് ഹജ്ജെന്ന് ആരാ പഠിപ്പിച്ചത്? ഇതല്ലേ ദജ്ജാലിന്റെ വർത്തമാനം? ഇത് റസൂലുള്ളാഹിയുടെ വർത്തമാനമാണോ? റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അല്ലെങ്കിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ആണ്ട് നേർച്ചയാണ്, അല്ലെങ്കിൽ ആ നിലക്ക് അവരുടെ നിര്യാണത്തോടനുബന്ധിച്ചുള്ള ഒരു ചടങ്ങാണിത് എന്ന് എവിടെയാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? എന്റെ ബഹുമാന്യരായ ശ്രോതാക്കൾ പഠിച്ചു വെക്കുന്നു. ഈ പേരോടിന് ഉറക്കം നടിക്കുകയാണ്. അയാളെ ഉണർത്താൻ കഴിയൂല. അയാൾ ഉറങ്ങല്ല, അയാൾ ഉറക്കം നടിക്കുകയാണ്. എന്ത് കൂലിക്ക് വിളിച്ചിട്ടും ബോംബ് വെട്ടിയാലും ഉണരൂല. പക്ഷേ ഒരുപാട് പാവങ്ങൾ ഉറങ്ങുന്നുണ്ട്, കഥയറിയാതെ ആട്ടം കാണുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെച്ചോ, ഹജ്ജിന് പോകുന്നത് ആണ്ട് നേർച്ചക്ക് പോകുന്നതല്ല. അപ്പൊ ആണ്ട് നേർച്ചയാണ് എന്നാ പറഞ്ഞത്. ഞങ്ങൾ ചോദിച്ച നേർച്ച ഏതാണെന്നറിയോ? ഞങ്ങൾ ചോദിച്ച നേർച്ച പേരോടിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ പറയുന്ന ആണ്ട് നേർച്ചക്ക് ചില സാമ്പിളുകൾ പട്ടാമ്പിയിൽ നടക്കുന്നുണ്ട്, കൊണ്ടോട്ടിയിൽ നടക്കുന്നുണ്ട്, അങ്ങനെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. വേണമെങ്കിൽ ചില സാമ്പിളുകളൊന്ന് കണ്ടോളൂ. നിങ്ങളുടെ ആണ്ട് നേർച്ചകളുടെ സാമ്പിളുകൾ ശ്രദ്ധിച്ചു കാണുക. ചരിത്രപ്രസിദ്ധമായ കൊണ്ടോട്ടി നേർച്ച കാണാനെത്തിയ ഏവർക്കും കൊണ്ടോട്ടി അൽഫല ഡ്രൈവിംഗ് സ്കൂളിന്റെ 1000 നേർച്ച ആശംസകൾ.
കേട്ടില്ലേ? ഇതാണ് ഇപ്പൊ നീണ്ടു നേർച്ച മക്കത്ത് നടക്കണ ആണ്ടാപ്പത്. കേട്ടില്ലേ? ഇസ്ലാമിന്റെ പേരിലാ സുഹൃത്തുക്കളെ ഇതൊക്കെ കാണിക്കാൻ വിഷമുണ്ട്. ഇസ്ലാമിന്റെ പേരിലാ ഈ ചാട്ടവും പാട്ടും കൂത്തും ആട്ടമൊക്കെ. ഈ ആഘോഷങ്ങൾ ഈ ആചാരങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ഒരുത്തൻ ഡാൻസ് ആടുന്നുണ്ടേ. സ്വീകരിക്കാൻ വേണ്ടി ഒരു കുതിരന്റെ പുറത്ത് ഒരു തൊപ്പി വെച്ച വേറൊരു കുതിരക്കുട്ടി ഇരിക്കുന്നത് കണ്ടില്ലേ? തങ്ങളാന്ന് പറഞ്ഞിട്ട് ആ കുതിരന്റെ ഒരു മാനസികമായ പക്വത പോലും എത്തിയിട്ടില്ലാത്തൊരു മനുഷ്യൻ ഇസ്ലാമിന്റെ പേരിലായി നടക്കുന്നതൊക്കെ. എന്നിട്ട് നേർച്ചയില് വലിയ നേർച്ച, കൊണ്ടോട്ടി നേർച്ച, ബല്യോക്ക് പൊട്ടീണത്, കൊണ്ടോട്ടീർച്ചക്ക് എന്താ മൗലൂദ് പാടി പുകഴ്ത്തി ഈ നിലക്ക് സാർഗര എല്ലാ തോന്യാസങ്ങളും. ചെണ്ടമുട്ടുണ്ട്, കോൽക്കളിയുണ്ട്, അറബനയുണ്ട്, മദ്ദളമുണ്ട്, എല്ലാ പരിപാടികളുണ്ട്. അപ്പൊ ചോദിക്കും, എന്തിനാ സലഫി മൗലവി നിങ്ങൾ നാദാപുരത്തെ ജനങ്ങളെ പറ്റിക്കുന്നത്? ഞങ്ങളിതൊക്കെ അനുകൂലിക്കുന്നുണ്ടോ? ഞങ്ങളിതൊക്കെ എതിർക്കുന്ന കക്ഷികളല്ലേ? ഞങ്ങളിതൊക്കെ അനുകൂലിക്കുന്നവരാണെന്ന് നിങ്ങൾ എന്തിനാ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്നത്? ഞങ്ങളൊന്ന് കേൾക്കണോ? ജനങ്ങൾ അത്ര പാവപ്പെട്ടവരൊന്നും അല്ല കേട്ടോ. എനിക്ക് ശരിക്കും അറിയാ നിങ്ങളെ. വായിക്കണോ? എന്നാ വായിച്ചു കേട്ടോളൂ. ഇത് നിങ്ങളുടെ പത്രമാണ്. സുന്നി വോയിസിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. മറുപടി ഉണ്ടെങ്കിൽ പറയണേ മുസ്ലിയാക്കന്മാരെ. നിങ്ങളുടെ പത്രത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. കേട്ടോളൂ. ഒരു ഹെഡിങ്, ചെണ്ടമുട്ട് കൂബത്ത് ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണെന്നതിൽ റാഫിഈ ഇമാമുൻ നവവി ഇമാമും ഒത്തിരിക്കുന്നു. ഇവരൊത്താ പിന്നെ കാര്യം പിന്നെ പോക്കായില്ലേ? ഇവരൊത്തു എന്ന് പറഞ്ഞാൽ പിന്നെന്താ പറയുള്ളത്? കൂബത്ത് ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണ്. ഇവിടെ ഇപ്പൊ കൂബത്ത് ഒഴികെയുള്ളതാ മുട്ടിയത്. കൂബത്ത് ഈ കൂട്ടത്തിൽ കണ്ടിട്ടില്ല. ഇനി കേട്ടോളൂ. ഇമാം നവവി ഇമാമും ഒത്തിരിക്കുന്നു എന്ന് മിൻഹാജിലും അതിന്റെ ശറഹായ തുഹ്ഫ, നിഹായ, മുഗ്നി, സിറാജുൽ വഹാജ് മുതലായവകളിലും പറഞ്ഞിരിക്കുന്നു. തുടി അല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലാണെന്നാണ് നിയമം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി കേട്ടോളൂ. ശൈഖന്മാരുടെ മഖ്ബറ സ്ഥലത്ത് വെച്ച് ചെണ്ടമുട്ട് ജായിസോ മക്റൂഹോ ഹറാമോ വിലങ്ങേണ്ടതോ എന്ന് അല്ലാമത്ത് റംലി തങ്ങളോട് ചോദിക്കപ്പെട്ടതിന് തുടി അല്ലാത്ത എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാകുന്നു. ഇരുഭാഗം വട്ടമൊത്തതും നടുകുടുങ്ങി നീളത്തിലുള്ളതുമായ തുടിമുട്ടൽ ഹറാമുമാകുന്നു. വിരോധത്തിന്റെ ചെണ്ടകൾ അല്ലാത്ത ചെണ്ടകൾ മുട്ടുന്നതിനെ വിലങ്ങപ്പെട്ടതല്ല, തുടി വിലങ്ങേണ്ടതാകുന്നു. അപ്പൊ തുടി ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടും ജായിസാണ്. നിങ്ങളുടെ സുന്നി വോയിസിലാ എഴുതിയത്, നിങ്ങളുടെ സുന്നി വോയിസിലാ വന്നത്. ഇനി അതിലിങ്ങനെ പിപ്പിപ്പി കുഴൽവിളി കേട്ടില്ലേ? അതിനെപ്പറ്റി എന്താ നിങ്ങൾ പറഞ്ഞത്? കുഴൽവിളിയിൽ ഉലമാക്കൾക്ക് അധികമായ അഭിപ്രായങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു. അംബിയ, ഔലിയ എന്നീ മഹാന്മാരുടെ ഖബർ സിയാറത്തിന് കൊടികളോടുകൂടിയും ചെണ്ടകൾ മുട്ടിയും കുഴലുകൾ വിളിച്ചും പോകുന്നത് ഹറാമാണോ എന്ന് അല്ലാമ ശൈഖ് മുഹമ്മദുൽ ഖലീലി തങ്ങളോട് ചോദിച്ചതിന് ഇവകളിൽ ഒന്നും ശറയിൽ വിരോധിക്കപ്പെട്ടതല്ലെന്ന് മറുപടി പറഞ്ഞിരിക്കുന്നു. കരിമരുന്ന് പ്രയോഗം ഹറാമാണെന്ന വാദത്തെ ഖണ്ഡിച്ചും ഹലാലാണെന്ന് സ്ഥാപിച്ചും കൊണ്ട് അശൈഖ് മുഹമ്മദ് മുഖ്താറുൽ ജാവി എന്ന മഹാന്റെ അസ്സവാഇഖുൽ മുഹരിഖ എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ഇത് നിങ്ങളുടെ സുന്നി വോയിസിൽ നിന്നാണ് വായിച്ചത്. അതുകൊണ്ടും തീർന്നില്ല. ഈ വാദത്തെ നിങ്ങളല്ല എതിർത്തത്, ഞങ്ങളാ എതിർത്തത്. കേട്ടോളൂ. മുജാഹിദുകളാണ് ഈ രൂപത്തിലുള്ള എല്ലാ അനാചാരങ്ങളെയും ആദ്യമായി എതിർത്തത് എന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സുന്നി വോയിസ് ഞങ്ങൾക്ക് നൽകുന്നു. കേട്ടോളൂ. ഔലിയാക്കളുടെ മസാറുകളിൽ കഴിച്ചു വരാറുള്ള ആണ്ട് നേർച്ചകളിൽ ചെണ്ടകൊട്ട്, കുഴൽവിളി, കരിമരുന്നു പ്രയോഗം തുടങ്ങിയ കാര്യങ്ങൾ നിഷിദ്ധങ്ങളാണെന്നും അതിനാൽ അത്തരം കാര്യങ്ങൾ നടക്കുന്ന ആണ്ട് നേർച്ചകൾ നിരോധിക്കേണ്ടതാണെന്നും ചിലർ പറയാറുണ്ട്. ആദ്യമായി വഹാബികളാണ് സുന്നികൾക്കിടയിൽ ഈ വെടി പൊട്ടിച്ചത്. അപ്പൊ ഇത് പാടില്ല എന്നുള്ള വെടി പൊട്ടിച്ചത് ആരാ? വഹാബികളാണ്, അഥവാ മുജാഹിദുകളാണ്. എന്റെ ചോദ്യം, രണ്ടാമത്തെ നേർച്ച ചോദ്യം എന്തായിരുന്നു അറിയോ? കൊടികുത്ത് നേർച്ചയുടെ ഡേറ്റ് എന്നാണ് ഞാൻ ചോദിച്ചത്. രസകരമായി മൂപ്പര ചോദ്യത്തെ അട്ടിമറിച്ച്
ആലിം അവറുകൾ നൽകുന്ന ഫത്വ കേട്ടോളൂ. കൊടി കുത്തലുണ്ടോ എന്ന്? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി മിനായിലും അറഫയിലും കുത്തലില്ലേ? ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത്? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി കുത്താറില്ലേ? കേട്ടോ, കൊടികുത്ത് നേർച്ചുണ്ടോ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട മഹാനവറുകൾ എന്താ പറഞ്ഞത്? കൊടികുത്തുണ്ടോ ഒരു സലഫി ചോദിക്കുന്നത്. കൊടികുത്ത് എല്ലാ രാജ്യങ്ങളിൽ കൊടി മിനയിലും അറഫയിലും ഇല്ലേ? എല്ലാ രാജ്യങ്ങളിൽ കൊടി അവിടെ കുത്തിയിട്ടില്ലേ? ഇതാ തിരിച്ചറിഞ്ഞോ? നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ശരിക്ക് പഠിച്ചു വെച്ചോ. ഇതിന് കിതാബോധണ്ട. ഞാൻ ചോദിച്ചെന്താ? കൊടികുത്ത് നേർച്ചയാ. കൊടി കുത്തിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എന്നോടത് പഠിപ്പിക്കണോ? പല പ്രാവശ്യം ആ നാട്ടിലൊക്കെ പോകാൻ അവസരം കിട്ടിയ ആളുകളില്ലേ നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ? ഞാൻ അവിടെ ഏതെങ്കിലും രാഷ്ട്രങ്ങളുടെ കൊടി കുത്തിയിട്ടുണ്ടോ എന്നാണോ പേരോടെ ചോദിച്ചത്? എന്തിനായി അട്ടിമറി? മൂപ്പര് പറയണ എല്ലായിടത്തും. ഇനിയിപ്പോ പേരോടും കൂട്ടരും ഒക്കെ ഇനിയിപ്പോ നേർച്ചയെന്നും പറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കും ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക്. എല്ലാ രാജ്യങ്ങളിൽ ലോകകപ്പ് നടക്കുമ്പോൾ എല്ലാവരും കൊടി ഉണ്ടാവും അവിടെ. വമ്പം കൊടികുത്ത് നേർച്ച നടക്കുന്നുണ്ട് എന്ന് സിറാജിൽ പരസ്യം വരും അല്ലേ? വമ്പിച്ച കൊടികുത്ത് നേർച്ച പങ്കെടുക്കുന്നത് മറഡോണ അല്ലേ, അല്ലെങ്കിൽ സാനിയ മിർസ ബീവി അല്ലേ, ഹാണ്ടിലല്ലേ, നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയ നാണ്ട് നേർച്ച. എന്തിനായി അട്ടിമറി? ഞങ്ങൾ എന്താ ചോദിച്ചത്? നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ കൊടികുത്ത് നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? സുഹൃത്തുക്കളെ, ഓരോ ഏഷ്യാഡ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ലോകകപ്പ് നടക്കുമ്പോഴോ പല കളികളും നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ രാജ്യത്തും അവിടെയൊക്കെ പല രാജ്യങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും കൊടി കുത്തൂലേ? ദുബായിൽ പോയി നോക്കിയാൽ അതേപോലെ തന്നെ UAE-യുടെ എല്ലാ സ്ഥലങ്ങളിലും, അതുപോലെ തന്നെ ഇനി സൗദി അറേബ്യയിലോ ഖത്തറിലോ ബഹ്റൈനിലോ കുവൈറ്റിലോ എവിടെ പോയാലും അതാത് രാഷ്ട്രങ്ങളിൽ മറ്റു രാഷ്ട്രങ്ങളുടെ എംബസികളുടെ മുമ്പിൽ ആ രാഷ്ട്രങ്ങളുടെ കൊടി കാണാം, വിവിധ രാജ്യങ്ങളുടെ കൊടി കാണാം. പല ഹോട്ടലുകളുടെയും അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളുടെയും ഒക്കെ മുമ്പിൽ കാണാം. ഇതാ ഞാൻ ചോദിച്ചത്, കൊടികുത്തുണ്ടോ? കൊടികുത്ത് നേർച്ച എന്നുള്ളത് കൊടികുത്താക്കി മാറ്റി മൂപ്പര്. ഞാൻ ചോദിച്ചത് ഇപ്പൊ മൂപ്പരോട്, മക്കത്തും മദീനത്തും ആരെങ്കിലും കൊടി കുത്തിയിട്ടുണ്ടോ? കൊടി കുത്തിയിട്ടുണ്ടോ ആലോചിച്ച്. ഇതാണ് തിരിച്ചറിഞ്ഞോ നിങ്ങൾ? ചോദ്യം ഒന്ന് വേറൊന്ന് അട്ടിമറിക്കുക. ഇനി പഠിച്ചു വെച്ച സുഹൃത്തുക്കളെ, ഇത്ര പച്ച മലയാളത്തിൽ ഈ ഉള്ളവൻ ചോദിച്ച ഒരു ചോദ്യത്തെ ഇങ്ങനെ അട്ടിമറിച്ച് മറുപടി പറയുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ ഹദീസിൽ ഇതൊക്കെ അറബിയിലല്ലേ? സാധാരണക്കാരന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി എത്ര വമ്പിച്ച അട്ടിമറിയാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ച കൊടികുത്ത് എന്താ നിങ്ങൾക്ക് കാണണോ? എന്നാ കാണിച്ചു തരാ. ഞങ്ങളുടെ കൊടികുത്ത് നേർച്ച എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച മോഡലുകളും കൂടി ഒന്ന് കണ്ടോളൂ. കണ്ടില്ലേ? കൊടികളാണ് ധാരാളം കാണുന്നത്. ഇങ്ങനെ കൊടി കയറ്റലും കൊടി കുത്തലും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെയാണ് ധാരാളം സംഗതികൾ നടക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ഈ ഔലിയാക്കന്മാരുടെ മക്ബറകളോടനുബന്ധിച്ചുള്ള കൊടി, ആ കൊടികൾ എടുത്തു കണ്ട് പല സ്ഥലങ്ങളിലും ആ കൊടികൾ കയറ്റുന്നു.
കാഞ്ഞിരമുറ്റത്ത് കാണുന്നൊരു ദൃശ്യമാപ്പ നിങ്ങൾ കണ്ടത്. കാഞ്ഞിരമുറ്റത്ത് കൊടി കയറ്റുന്നതിന്റെ ദൃശ്യം. അതിനൊക്കെ ആ സ്ഥലങ്ങളിലൊക്കെ നായകന്മാരാകുന്നത്, നേതാക്കന്മാരാകുന്നത് മുസ്ലിയാക്കന്മാർ തന്നെയാണ്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരം കൊടികൾ അവരെ കയറ്റുന്നു, കൊടികളുമായി നടക്കുന്നു. മമ്പുറത്ത് കൊടി പ്രശസ്തമായ കൊടിയാണ്. മമ്പുറം ജാറത്തിലെ കൊടി നിങ്ങൾ എടുക്കാറുണ്ട്. എന്തിനാ? കേട്ടോളൂ, ഞാൻ സിറാജിൽ നിന്നാണ് വായിക്കുന്നത്. മമ്പുറം ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മക്ബറയുടെ തലഭാഗത്തുള്ള കൊടിയാണ് മഴക്കും നടപ്പുദീനത്തിനും കൃഷിനാശത്തിനുമൊക്കെ എടുക്കുന്നത്. ഇപ്പം മഴക്ക് വേണ്ടി, നടപ്പ് ദീനം മാറാൻ വേണ്ടി, കൃഷിനാശം സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ എടുക്കുന്നത് എവിടുത്തെ കൊടിയാ? മമ്പുറം മക്കാമിൽ നിന്ന് എടുക്കുന്നതാണ് കൊടി. ഇനി കേട്ടോളൂ, മമ്പുറം മക്കാമിൽ നിന്ന് കൊടി എടുക്കുന്ന സമ്പ്രദായത്തിന് തുടക്കം ഹിജറ 1183 ശേഷമാണെന്ന് കരുതപ്പെടുന്നു. തൻ്റെ അമ്മാവനായ സയ്യിദ് ഹസൻ ജിഫിരി തങ്ങളുടെ മക്ബറക്കരികിൽ ഉയർത്തിയ കൊടി എടുത്തു കൊടുത്തുകൊണ്ട് സയ്യിദ് അലവി തങ്ങൾ ഈ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു. ഏറ്റവും ഒടുവിൽ മമ്പുറത്ത് നിന്ന് കൊടിയെടുത്തത് 1991 നോക്കണം. സയ്യിദ് അലവി തങ്ങളുടെ മക്ബറയുടെ തലഭാഗത്തുള്ള മനോഹരമായ 50 കൊടികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളതും അധികം ഭംഗിയുള്ളതുമായ കൊടിയാണ് എടുക്കുന്നത്. ഇന്നും ആചാരത്തനിമ നിലനിർത്തുന്ന ചുരുക്കം ചില മക്കാമുകളിൽ ഒന്നാണ് മമ്പുറം മക്കാം. ഇനി കേട്ടോളൂ സുഹൃത്തുക്കളെ, മമ്പുറത്ത് നിന്ന് കൊടിയെടുക്കുമ്പോൾ അതിന് ചില ഷർത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ മുട്ടും വിളിയും മമ്പുറത്തെ തങ്ങൾ അനുകൂലിച്ചിരുന്നു നിങ്ങളെ സിറാജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇത് മുജാഹിദ് എഴുതിയതല്ല, നിങ്ങളുടെ പേരിൽ വെച്ച് കെട്ടുന്നതല്ല. നിങ്ങളുടെ സിറാജിൽ എഴുതിയതാണ്. മമ്പുറത്തെ കൊടിയെക്കുറിച്ച് എഴുതിയപ്പോ മമ്പുറത്തെ കൊടി കിട്ടണമെങ്കിൽ അതിന് ചില ഷർത്തുണ്ട്. എല്ലാവരുമാണ് ചെന്നാൽ കിട്ടുന്നില്ല. മമ്പുറത്തുനിന്ന് കൊടി കിട്ടണമെങ്കിൽ എല്ലാവരും വെറുതെ ചെന്നാൽ കിട്ടൂല. പിന്നെ എന്തൊക്കെ വേണം കേട്ടോളൂ. മുമ്പ് വരൾച്ച ബാധിച്ചു നാട്ടിൽ കുടിവെള്ളത്തിന് ക്ഷാമം നേരിട്ടാൽ അവർ വെള്ളത്തിന് ആധുനിക മാർഗങ്ങൾ തേടിപ്പോകുന്ന പതിവുണ്ടായിരുന്നില്ല. പിന്നെന്താ ചെയ്യാ? കേട്ടോളൂ, മമ്പുറത്ത് നിന്ന് കൊടി കൊണ്ടുപോകാൻ വരുന്നവർ മുട്ടും വിളിയോടും കൂടി വരണമെന്നത് ഇവിടുത്തെ നിയമമാണ്. വെറുതെ എന്നാ മമ്പുറത്തുനിന്ന് കൊടി കിട്ടൂല. മമ്പുറത്തുനിന്ന് കൊടി കിട്ടണമെങ്കിൽ പോലും നിങ്ങൾ ഇന്ന് ഹറാമാന്നൊക്കെ പറയണില്ലേ? നിങ്ങൾ പറയല്ലേ, ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ MA ഉസ്താദ് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അൽബയാനിൽ. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്, നിങ്ങളെ അൽബയാനിൽക്കൊക്കെ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അറിയില്ലേ? എന്നാ മമ്പുറത്തെ തങ്ങൾ അവിടുന്ന് കൊടി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ഷർത്ത്? മുട്ടും വിളിയോടും കൂടി വരണമെന്നത് ഇവിടുത്തെ നിയമമാണ്. ആ നിയമം ലംഘിച്ചു ചെന്നാലോ? ആ നിയമം ലംഘിച്ച് വരുന്നവർക്ക് കൊടി കൊടുക്കുകയില്ല. തങ്ങളുടെ കാലത്തും ഈ നിയമം കർശനമായിരുന്നു അത്രേ. ഇപ്പൊ തുടങ്ങിയതല്ല, മമ്പുറത്തെ തങ്ങളുടെ കാലത്തെ ഈ നിയമം കർശനമായിരുന്നു. ഇനി ശ്രദ്ധിച്ചോ, അറേബ്യയിൽ നിന്ന് കേരളത്തിലേക്ക് പറിച്ചു നട്ടതാണ് മുട്ടും വിളി. ചീനിമുട്ട് എന്നതായിരിക്കാം ഇതിന് കാരണം. മുട്ടും വിളിയും കൊണ്ടുവന്നാലുമുണ്ട് കൊടി കിട്ടാൻ ചില കടമ്പകളൊക്കെ. ആ കൊടിയും കിട്ടണേ നിങ്ങൾ ബാൻഡും മുട്ടും വിളിയൊക്കെ ആയിട്ട് വന്നാലും പോരാ, ഇനിയും ചില കടമ്പ കടക്കാറുണ്ട്. എന്താ കടമ്പ? ആദ്യം അവർ ചെറിയൊരു തുക അവിടെ കെട്ടിവെക്കണം. അതവിടെ കെട്ടിവെക്കണം, ചെലാനടക്കണം. അതിനുശേഷം അവിടുത്തെ ഖത്തീബിന്റെ വകയായുള്ള പ്രാർത്ഥനയും കൊടി കൊണ്ടുപോകുന്ന നാട്ടുകാരുടെ ഉദ്ദേശങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഭാസാംഗ പ്രസംഗവും കഴിയണം. എല്ലാവർക്കും കൊടി പിടിക്കാൻ അനുവാദമില്ല. മക്കാമിലെ സ്ഥിരം മൊല്ലാക്കമാർക്കേ അതിന് അനുവാദമുള്ളൂ. പ്രാർത്ഥനയും പ്രസംഗവും കഴിഞ്ഞാൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ മക്ബറയുടെ തലഭാഗത്തുള്ള കൊടികളിൽ സാധാരണ കൊണ്ടുപോകാറുള്ള കൊടിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഗ്രാമത്തെ ലക്ഷ്യമാക്കി നീങ്ങും. അതിൻ്റെ പിന്നിലായി സുഗന്ധമുള്ള പുകച്ചുരുളുകൾ ഉയർത്തുന്ന ഉലുവാൻ കൂടുമായി മറ്റൊരാളും നീങ്ങും. അവർക്ക് പിന്നിൽ യാ നബി സലാം എന്ന് പാടിക്കൊണ്ട് ജനക്കൂട്ടവും ഏറ്റവും ഒടുവിൽ മുട്ടും വിളിക്കാരും നീങ്ങും. ഏറ്റവും പിന്നാലെ മുട്ടും വിളിക്കാരും നീങ്ങും. ഗ്രാമത്തിലെല്ലാം കൊണ്ട് നടന്ന് തിരിച്ച് അതേ ആരവത്തോടുകൂടി തന്നെ മക്കാമിൽ കൊണ്ടുവന്ന് വെക്കുന്നത് വരെ ആദ്യം പിടിച്ച ആള് മറ്റൊരാൾക്ക് കൊടി കൈമാറാൻ പാടില്ല. എന്തൊക്കെ ഇപ്പൊ ഷർത്തുകൾ ഇനി വിവരിക്കണ്ട. ഇതാ കൊടി. ഈ കൊടി കുത്തലും ഈ കൊടി കയറ്റലും ഈ കൊടി കൊണ്ട് നടക്കലുമാണ് നിങ്ങളെ കൊടി കുത്തു നേർച്ച.
അതാ ചോദിച്ചത് മക്കത്തും മദീനത്തും ഉണ്ടോ. അതിനാ നിങ്ങൾ പറഞ്ഞത് മിനയിലും അറഫയിലൊക്കെ ഏത് രാജ്യങ്ങളുടെ കൊടിയാ കുത്താത്തത്? നല്ല മറുപടിയല്ലേ? നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം അത് ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. മക്കയിലും മദീനയിലും വിളക്ക് കത്തിക്കലുണ്ടോന്ന്. നമ്മുടെ ചോദ്യം എന്താ? ഖബറിങ്ങൽ എല്ലാ പ്രദേശങ്ങളിലും കാണാം ബൾബും ട്യൂബും ഒക്കെ ഉണ്ടെങ്കിലും, മെർക്കുറിക് ബൾബുകൾ ഉണ്ടെങ്കിലും, നല്ല സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ വിളക്ക് കത്തിക്കുന്നുണ്ട്. കണ്ടിട്ടില്ലേ ഖബറിങ്ങലുള്ള വിളക്ക്? പല തട്ടുകളിലുള്ള വിളക്ക് എണ്ണത്തിരി കത്തിച്ച്, അതേപോലെ തന്നെ എണ്ണ ഒഴിച്ച് ആ നിലക്ക് ആദരവിനും ബഹുമാനത്തിനും വേണ്ടി കൊളുത്തുന്ന വിളക്ക്. ആ വിളക്ക് കത്തിക്കലുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുസ്ലിയാരുടെ മറുപടി നിങ്ങൾ രസകരമാണ്, കേട്ടോളൂ. പിന്നെന്താ ചോദ്യം? പിന്നെ ചോദ്യം വിളക്ക് കത്തിക്കലുണ്ടോ? പിന്നെ അവിടെ അല്ലല്ലോ ഇരുട്ടിലിരിക്കല. നിങ്ങളെ കണ്ണും മനസ്സും ഇരുട്ടായി പോയോ? അവിടെ വിളക്ക് കത്തിക്കാതെ ഇരുട്ടില്ല. നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറാണ്, പച്ചപ്പട്ട വിരിച്ച ഖബർ. ഞാൻ മിനിഞ്ഞാന്ന് വായിച്ചില്ലേ അറേബ്യയിൽ നിന്ന് ഇറങ്ങുന്ന പത്രം? അവിടെ അതാ ഖബർ, അവിടെ അതാ നോക്കൂ നന്നായിട്ട് മെഴുകുതിരി പോലെ വെച്ചിരിക്കുന്നതാ. നോക്കോ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് മെഴുകുതിരി വെച്ചിരിക്കുന്നു. ഞാൻ വായിച്ചില്ലേ അൽ മുസ്ലിമൂൻ പത്രത്തിൽ നിന്ന്. അൽ മുസ്ലിമൂൻ വായിച്ചപ്പോഴാണ് ഇവർക്ക് തെറ്റിയത് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് 1400 കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു വായിച്ചില്ലേ. എന്താ വായിച്ചത് നിങ്ങൾ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചൊന്ന് കേട്ടോളൂ നിങ്ങൾ പിന്നീട്. ആ അൽ മുസ്ലിമൂൻ പത്രത്തെ പറ്റി എന്താ പറയലെന്നാണ്. ആ അൽ മുസ്ലിമൂൻ പത്രത്തിന്റെ ഓഫീസ് പൂട്ടിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ. പച്ച കളവെഴുതിയില്ലേ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ മീതെ എന്താ കണ്ടത്? നിങ്ങൾ എഴുതിയതൊന്ന് വായിക്കാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ എങ്ങനെയായിരുന്നു കേട്ടോളൂ. നിങ്ങളുടെ മാസികയിൽ നിന്ന് വായിക്കുന്നത്. ഖബറിന്റെ മീതെ ശ്രദ്ധിച്ചോളൂ, റസൂലുള്ളാഹിയുടെ ഖബറിന്റെ കാര്യമാ പറയുന്നത്. ഖബറിന്റെ മീതെ ചുവന്നതും വെളുത്തതുമായ ചരൽക്കല്ലുകൾ പാകി ഭൂമിയിൽ നിന്ന് ഒരു ചാട് ഉയർത്തുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ കാര്യമാ പറയുന്നത്. അതിന്മേൽ പാകിയ ചരൽക്കല്ലുകളെ കുറിച്ച് വരെ എഴുതിയിട്ട് പറയുന്നു, ഭൂമിയിൽ നിന്ന് ഒരു ചാട് ഉയർത്തുകയും ചെയ്തു. അതാ സഹാബത്ത് ചെയ്തത്. പിന്നെ പിൽക്കാലത്ത് പിന്നെ എന്തൊക്കെ ചെയ്തു ഇനി കേട്ടോളൂ. ആ കാലത്ത് തന്നെ എന്തൊക്കെയാ നടന്നത് എന്ന് പറയാണ്. ശരിയായ നിലക്കുള്ള കാര്യങ്ങൾ കേട്ടോ, അന്ന് നടന്ന ശരിയായ കാര്യങ്ങൾ. പിന്നെ കൈക്കോട്ട് ബ്രാക്കറ്റിൽ മൺവെട്ടികൾ കൊണ്ട് വേഗത്തിൽ മണ്ണ് വെട്ടി മൂടണം. ഖബറിന്റെ മഹത്വം നിലനിർത്താൻ വേണ്ടിയും അത് സിയാറത്ത് ചെയ്യാൻ ഖബറാണെന്നറിയാൻ വേണ്ടിയും ഒരു ചാണ് ഉയർത്തപ്പെടാവുന്നതാണ്. സാധാരണ ഖബറിന്റെ കാര്യം പറയാണ്, ഒരു ചാണ് ഉയർത്തപ്പെടാവുന്നതാണ്. ഇനി കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാണ് ഉയർത്തപ്പെട്ടു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു ഹിബ്ബാൻ നിവേദനം ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഇനി കേട്ടോ, ഖബറിന്റെ മുകൾ ഭാഗം കൂർപ്പിച്ച് ഉയർത്തുന്നതിനേക്കാൾ ഉത്തമം മുകൾ ഭാഗം പരത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബർ അങ്ങനെ പരത്തപ്പെട്ടിരുന്നു. റവാഹു അബൂ ദാവൂദ് എന്ന് പ്രസിദ്ധീകരണത്തിൽ നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. ആ നിലക്ക് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇനി സുഹൃത്തുക്കളെ, അവിടെ വിളക്ക് കത്തിക്കുന്ന രൂപത്തെ സംബന്ധിച്ചിടത്തോളം ഈ അൽ മുസ്ലിമൂൻ പത്രമടക്കമുള്ള ചില പത്രങ്ങളിലൊക്കെ അവിടുത്തെ സംബന്ധിച്ച് പല റിപ്പോർട്ടുകളും വന്നപ്പോ ജിദ്ദയിലെ പണ്ഡിതന്മാർ പ്രതികരിച്ചത് പത്രത്തിൽ ഇവിടുത്തെ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. കേട്ടോളൂ. ഉദാഹരണത്തിന് ഒരു ഭാഗം മാത്രം ഞാൻ നിങ്ങളെ ഒരു ബോക്സ് ന്യൂസിൽ വന്നൊരു വാർത്ത കേൾപ്പിക്കുന്നു. പ്രവാചകന്റെ ഖബറിടത്തിലെ പുതപ്പിലേലം തട്ടിപ്പ് എന്ന ഹെഡിങ്ങോടുകൂടി ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. ജിദ്ദയിൽ നിന്നാണ് റിപ്പോർട്ടുള്ളത്. പ്രവാചകന്റെയും ഒന്നാം ഖലീഫ അബൂബക്കറിന്റെയും ഖബറിന്റെ മുകളിലെ പുതപ്പ് ജിദ്ദയിൽ ലേലം ചെയ്യുമെന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് ഇരു ഹറം പരിപാലന സമിതി വ്യക്തമാക്കി. മക്കത്തെയും മദീനത്തെയും ഹറമുകൾ പരിപാലിക്കുന്ന ആ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളെ വഞ്ചിക്കാനും പണം തട്ടാനുമുള്ള ദുഷ്പ്രചരണമാണിത്. പ്രവാചകന്റെ ഖബറിടത്തിൽ ഒരു കാലത്തും പുതപ്പുണ്ടായിരുന്നില്ല. ആദ്യകാലം മുതൽ 2 ചുമരുകൾക്കുള്ളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഒരാൾക്കും അത് കാണാൻ സാധിക്കില്ല. അത് കെട്ടിപ്പൊക്കുകയോ അതിന്മേൽ കുടീരം നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല. അത് ഭൂമിയുമായി ചേർന്ന് ചരക്കല്ലുകളാൽ നിരപ്പായി കിടക്കുകയാണ്. സൗദി അറേബ്യയുടെ സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവ് മക്കയിലും മദീനയിലും പ്രവേശിച്ചത് മുതൽ അവിടുത്തെ എല്ലാ വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പ്രസ്താവനയിൽ തുടർന്നു.
ഇത് മാധ്യമം പത്രത്തിൽ 2005 ഒക്ടോബർ 11 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. ഒരു ബോക്സ് ന്യൂസായി വന്ന റിപ്പോർട്ടാണ് നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചത്. ഇനി പിൽക്കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് റസൂലിന്റെ സഹാബത്തിന്റെ അക്കൗണ്ടിൽ എങ്ങനെയാ രേഖപ്പെടുത്തുന്നത്? ഇമാമിങ്ങളുടെ അക്കൗണ്ടിൽ എങ്ങനെയാ രേഖപ്പെടുത്തപ്പെടുന്നത്? പിൽക്കാലത്ത് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ ഞാൻ നിങ്ങളോട് ചോദിച്ചത് ആദരവിന് വേണ്ടി വിളക്ക് കത്തിക്കാൻ പറ്റുമോ എന്നാണ്. ആദരവിന് വേണ്ടിയല്ലേ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നത്? അപ്പൊ മൂപ്പര് ചോദിക്കുക, പിന്നെ അവിടെ ഉള്ളവരൊക്കെ ഇരുട്ടത്തിരിക്കുക? മാത്രല്ല മൂപ്പര് പറഞ്ഞ് അവിടെ വിളക്ക് കത്തിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ വരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ അവിടുത്തെ ലൈറ്റ് സ്വിച്ച് ഇടാനേ, മദീനത്തെ പള്ളിയിൽ സ്വിച്ച് ഇടാൻ അവിടെ ജോലിക്കാരുണ്ടല്ലോ. അപ്പൊ അവിടെ വിളക്ക് കത്തിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ വരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാ മൂപ്പര് പറയുന്നത്. എന്തിനാണ് ഈ വഞ്ചന? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ ഇങ്ങനെ വിളക്ക് കത്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് എത്ര സ്ഥലത്ത് വിളക്കുകൾ കത്തിക്കുന്നുണ്ട്? എത്രയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ജാറങ്ങളിൽ കാണുന്ന വിളക്കുകളുടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ. എത്ര ദൃശ്യങ്ങളാണ് ഇന്ന് ആളുകൾ ജാറങ്ങളിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വിളക്ക് കത്തിക്കുന്നതിന്റെ വിധി എന്താണ് സുഹൃത്തുക്കളെ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു പഠിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാരെന്താണ് രേഖപ്പെടുത്തിയത്? വിളക്ക് കത്തിക്കാമോ? നിങ്ങൾ കേട്ടോ, വലിയ വൻകുറ്റത്തിൽപ്പെട്ടതാണ് ഇത്തിഹാദുൽ ഖുബൂരി മസാജിദ. സവാജിറിൽ നമുക്ക് കാണാം, ഇബ്നു ഹജർ ഹൈതമിയുടെ സവാജിറിൽ കാണാം, അൽ കബീറത്തു സാലിസത്തു വത്തിസ്ഊൻ 93ാമത്തെ വൻപാപമായിട്ടുണ്ടെന്നു ഇത്തിഹാദുൽ ഖുബൂരി മസാജിദ, ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റൽ. വൈഖാദുസ് സുറുജി അലൈഹാ, അതിന്മേൽ വിളക്ക് കൊളുത്തൽ. വത്തിഹാദുഹാ ഔസാനാ, അവയെ ബിംബങ്ങളായി സ്വീകരിക്കൽ. വത്തവാഫു ബിഹാ, അവയെ തവാഫ് ചെയ്യലും. വസ്തിലാമുഹാ, അവയെ വന്ദിക്കലുമൊക്കെ വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലേ? അത് ശപിക്കപ്പെടുന്ന ഏർപ്പാടല്ലേ? ആദരവിന് വേണ്ടി മക്ബറകളിൽ വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായം അത് പാടില്ലാത്തതാണ്. മാത്രമല്ല ഇങ്ങനെ അഗ്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ അഗ്നി കത്തിക്കുകയും തീ കത്തിക്കുകയും അതുകൊണ്ട് ആളുകളെ ഒഴിയുകയും, സ്ത്രീയായാലും വേണ്ടില്ല പുരുഷനായാലും വേണ്ടില്ല, ജാറത്തിങ്കൽ പോയിട്ട് ഇങ്ങനെ വിളക്ക് കൊണ്ട് പെണ്ണുങ്ങളെ ഒഴിയുകയും അതുപോലെ തന്നെ തേങ്ങയുടെ മുകളിൽ ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് അതുകൊണ്ട് പെണ്ണിനെ ഒഴിയുകയും എന്നിട്ട് ആ തേങ്ങ കൊണ്ട് മുട്ടറുക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളും നിലവിളക്ക് കൊളുത്തുന്ന രംഗങ്ങളുമൊക്കെ നിങ്ങൾക്ക് കേരളത്തിലെ പല മക്ബറകളിലും കാണാം. അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചത്, അത് മദീനത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇത് ഇസ്ലാമിന്റെ നിയമമല്ലേ? അത് റസൂലുള്ള വിചോദിച്ച സംഗതിയല്ലേ? നിങ്ങൾക്ക് കാണണോ ഈ ദർഗകളിലൊക്കെ നടക്കുന്ന ഏർപ്പാടുകൾ? ഇത് ശപിക്കപ്പെട്ട ഏർപ്പാടല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ. بسم الله الرحمن الرحيم يا جبرائيل يا رقيا يا ميكائيل يا بشرائيل يا مغيث يا أحمر يا فرقان يا سمر يا زبعة يا ميمون يا عباس يا جبرائيل يا رقيا يا ميكائيل يا بشرائيل يا مغيث يا أحمر يا فرقان يا سمر يا زبعة يا ميمون يا عباس لا أمئلهم بريدا. بسم الله بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم തേങ്ങ പൊട്ടാൻ പോവാണ്. എതിച്ചോളി ഒഴിഞ്ഞ തേങ്ങ പൊട്ടാൻ പോവാണ്. അതാ റെഡിയാണ്. റെഡി 1 2 ആദാ പൊട്ടിന് പൊട്ടി. അടുത്ത മന്ത്രം കണ്ടോ? ആരാ പച്ചന്റെ ഉള്ളിൽ ആരാന്ന് നോക്കിക്കോ, അടിയിൽ നോക്കിക്കോ. കൈയടിക്കരുത്, കൈയടിക്കരുത്. يا جبرائيل يا رقيا يا ميكائيل يا بشرائيل يا مضيف يا أحمر يا فرقان يا سمرس يا زبعة يا مين. بسم الله الرحمن الرحيم صدق الله فإنا يبصرون والسلام عليكم ورحمة الله وبركاته.
إنما تنذر من اتبع الذكر واخشى وارتضى لم يكن يسمع من وجد كريم إنا نحن نحيي الموتى ونكتب ظالم. കണ്ടില്ലേ എന്താ ചെല്ലുന്നത്? യാ ബുർക്കായില മിടുക്കായില പുടുക്കായില മീക്കായിൽ വിളിക്കുക, ഇതാ മന്ത്രം. എന്നിട്ട് തേങ്ങ കൊണ്ട് ഇങ്ങനെ യാ ജിബിരിയിൽ യാ മീക്കായിൽ യാ ഇസ്രാഫീൽ യാ അസ്രായിൽ യാ മുടുക്കായിൽ യാ ബുടുക്കായിൽ യാ കിടുക്കായിൽ. കേട്ടില്ലേ നിങ്ങള്? എന്താണ് ഈ പറയുന്നത്? ഒരു മന്ത്രാണ്. അത് കഴിഞ്ഞിട്ട് അപ്പ ഇബ്ലീസ് തോന്നിപ്പിച്ചു എന്ത്? ഇത് മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വഞ്ചിതനാവൂല, അതുകൊണ്ട് ഒരു കുൽഹുവതി അടിച്ചേക്ക്. പിന്നെ അത് കഴിഞ്ഞേക്ക് ജിബ്രായിൽ മീക്കായിൽ കുടുക്കായിൽ. പിന്നെ ഇതാ തേങ്ങ കൊണ്ടുപോയിട്ട് പൊട്ടിക്കലും റെഡിയാക്കലും. ഇത് അന്യ പെണ്ണ് ഇവിടെ ഇജാബും അറിയുന്നില്ല. അമ്പംകുന്നിലെ ദൃശ്യമായി കണ്ടത് ആരാ? അമ്പംകുന്നിലെ ഔലിയപ്പാപ്പാടെ ദർഗിയിലത്തെ രംഗ കണ്ടത് ആരാ? അമ്പംകുന്ന്. അന്തല്ലദീ അല്ലംതനാ ലാ ശജറ ഇല്ലല്ലാഹ് അന്തല്ലദീ അല്ലംതനാ ലാ ഹജറ ഇല്ലല്ലാഹ്. ലാ ശജറ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മരം ഇല്ലല്ലാഹ്, ലാ ഹജറ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ കല്ല ഇല്ലല്ലാഹ്. പഠിപ്പിച്ച ഔലിയപ്പാപ്പാടെ ജാറത്തിൽ നടക്കുന്ന പരിപാടിയായി കണ്ടത്. പിന്നെ വിളക്ക് കൊളുത്തുന്ന രംഗങ്ങളിലെ കൃത്യമായി പോയി വിളക്ക് കൊളുത്തുന്ന രംഗങ്ങളൊന്ന് കണ്ടോളൂ. കൃത്യമായി കാണാം നിങ്ങൾക്ക് വിളക്ക് കൊളുത്തൽ എന്താ പരിപാടി. അതാ കണ്ടോ, എത്ര ഭവ്യതയോടുകൂടി ചന്ദനത്തിരി കത്തിച്ച് കൊണ്ടുപോയിട്ട് വിളക്ക് ഇങ്ങനെ കാണാൻ ഊതിക്കെടുത്താൻ പാടില്ല. അപ്പം ഇങ്ങനെ 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 ആട്ടി അതിങ്ങനെ തിരി കത്തിച്ച് വളരെ ഭവ്യതയോട് കിടന്നത്. ഇത് കറുത്തതങ്ങൾ ജാറത്തിലാണ് നടക്കുന്നത്. കറുത്തതങ്ങളാണ്, വെളുത്തതങ്ങളല്ല. കറുത്തതങ്ങളാവാൻ വേറൊരു കഥ ഉണ്ട്, ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞുതരാം. ഈ കറുത്തതങ്ങളെ വലിയൊരു പോരിശുണ്ട്. എന്താണെന്നറിയോ? ഈ കറുത്തതങ്ങള് മൂപ്പര വലിയ കറാമത്ത് എന്താണെന്നറിയോ? മൂപ്പരൊരു സിനിമ കാണാൻ കയറി. സിനിമ കാണാൻ കയറിയപ്പോ ടിക്കറ്റ് ഇല്ലാതെ കയറിയത്. പിടിച്ചു പുറത്താക്കി. ടിക്കറ്റ് ഇല്ലാതെ ഞാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് പിന്നെ സിനിമ ഓടി നോക്കുമ്പോ തല തിരിഞ്ഞിട്ടാ ഓടുന്നത്. അവസാനം കാണേണ്ട രംഗം ആദ്യം അങ്ങനെ തല തിരിഞ്ഞിട്ടാ സിനിമ ഓടുന്നത്. അപ്പൊ ആകെ കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ്? കറുത്ത തങ്ങളെ പുറത്താക്കിയ കുരുത്തക്കടാണ് എന്നാണ്. മൂപ്പരോട് പോയിട്ട് വേഗം തെറ്റും മാപ്പൊക്കെ പറഞ്ഞ് ആ മാപ്പപേക്ഷിച്ചപ്പോ സിനിമ പഴയ രൂപത്തിൽ ഓടീനാണ്. അവിടെ നാട്ടുകാരോട് പോയി ചോദിച്ചാൽ അറിയാൻ സാധിക്കും. ഇതിലും അതുണ്ട്. ഇയാളോടൊരു അഭിമുഖം നടത്തുന്നുണ്ട്, അയാൾ ആ ആശയം പങ്കുവെക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നില്ല. ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങൾക്കൊന്നും ആന എഴുന്നള്ളത്തും വാദ്യമേളങ്ങളും ഇല്ല. എന്നാൽ സമസ്തക്കാർ ഇവ ഇസ്ലാമിന്റെ പേരിൽ ജാറ ഉറൂസുകളിൽ കടത്തിക്കൂട്ടിയതിനാൽ വിശ്വാസികളുടെ ഈമാൻ നഷ്ടപ്പെട്ടതുപോലെ ജീവനും നഷ്ടപ്പെടുന്ന അവസ്ഥയിലായി. മതമിളകിയ ആനയുടെ ചവിട്ടുകൊള്ളേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് എത്തിച്ചേർന്ന ദാരുണമായ കാഴ്ച കാണുക. സഹോദരങ്ങളെ, ആന വേണോ? ചോദ്യത്തിന് മറുപടി വന്നു. എന്തേ ആന എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അനുഗ്രഹം വിളിച്ചു പറയുന്ന ഒരു ജീവിയാണല്ലോ. അപ്പൊ ആനയെ കാണുമ്പോൾ അള്ളാഹിനെ കുറിച്ച് ചിന്തയുണ്ടാകും, അള്ളാഹിന്റെ കുദ്റത്തിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകും. അതുകൊണ്ട് ആനയെ നോക്കിയിട്ട് അള്ളാഹിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കാം. അതുകൊണ്ടാണ് ജാറങ്ങളിലേക്ക് ആന കൊണ്ടുവരാറുള്ളത് എന്ന് നെട്ടൂർക്കാരൻ തങ്ങളിറക്കിയ പുസ്തകത്തിലല്ലേ ആണ്ട് നേർച്ച വിമർശനങ്ങളും വസ്തുതകളും എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിലല്ലേ ആനയെ നിരത്തണം എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, അങ്ങനെ ആനയെ നിരത്തി ചെണ്ടമുട്ട് നടത്തി. അതുപോലെ തന്നെ നിലവിളക്ക് ജാറത്തിൽ കത്തിച്ചു വെച്ച് അത് ബർക്കത്തിനാണ് എന്നോമന പേരിട്ട് കൊടുത്തിട്ട് ഈ സമുദായത്തെ കൊണ്ട് ചെണ്ട കൊട്ടിച്ച, ഈ സമുദായത്തെ ആന പുറത്ത് കയറ്റിയ, ഈ സമുദായത്തെ ജാറത്തിൽ കൊണ്ടുപോയി പട്ടിടിച്ച, അതെ ആ പട്ടിടുന്ന സദസ്സില് ജാറത്തില് ആടിനോടനുബന്ധിച്ചുള്ള ഗാനമേളയിൽ പങ്കെടുപ്പിച്ച, മിമിക്സിൽ പങ്കെടുപ്പിച്ച, നാടകത്തിൽ പങ്കെടുപ്പിച്ച മുസ്ലിയാക്കന്മാരെ നിങ്ങളാണോ സലഫി ബസ്സിനെ കുറിച്ച് പറയുന്നത്? അതുകൊണ്ടും അവസാനിച്ചില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, അവസാനം എവിടം വരെ എത്തിയെന്നറിയല്ലേ? ആനയുമായി പോയി. എങ്ങോട്ടാ പോയത്? ജാറത്തിലേക്ക്, ദർഗയിലേക്ക് ആനയുമായി പോയി. ആന അണിനിരത്തിയിട്ട് അതേ നമ്മുടെ ഈ അടുത്തല്ലേ തൃശൂർ ജില്ലയിലല്ലേ ഒരു ആനയ്ക്ക് മതമിളകിയത്? ആ ആനയെ കൊണ്ടുവന്ന് നിർത്തി മുസ്ലിയാക്കന്മാര് അത് പറഞ്ഞു കൊടുത്ത് പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ, ജാറത്തിലേക്ക് പൊയ്ക്കോളൂ, ബർക്കത്തെടുത്തോളൂ, കമന്ന് വീണോളൂ, പുണ്യം നേടിക്കൊള്ളൂ എന്നൊക്കെ മുസ്ലിയാരുടെ വാത് കേട്ടിട്ട് ഇതാ പോവുകയാണ്. ചാലിയാത്തിയുടെ ഫത്ത് വായിച്ച, KM മുഹമ്മദ് കോയ മാത്തോട്ടത്തിന്റെ ബുക്ക് വായിച്ച ഈ നാട്ടിലുള്ള സ്ത്രീകളടങ്ങുന്ന ആളുകള് അല്ലാഹുവിങ്കൽ നിന്ന് പുണ്യം നേടാൻ വേണ്ടിയിട്ട് ജാറത്തിലേക്ക് ചെല്ലുമ്പോ മതമിളകി നിൽക്കുന്ന ആന അതേ പച്ച മനുഷ്യരെ ചവിട്ടി
വന്നില്ലേ? ആ രൂപത്തിൽ മുസ്ലിം സമുദായത്തെ ആനയുടെ ചവിട്ട് കൊള്ളിക്കുന്ന മുസ്ലിയാക്കന്മാരെ നിങ്ങളാണോ ഈ രൂപത്തിൽ സ്ക്രീനുമായി നടക്കുന്നത്? നിങ്ങളാണോ ഈ രൂപത്തിൽ വാത് പറയുന്നത്? ഞാൻ പറയുകയല്ലോ, നമ്മൾ കണ്ടതല്ലേ, ഇവിടുത്തെ മീഡിയകളിലൂടെ കണ്ടതല്ലേ. ആനക്ക് മതമിളകിയിട്ട് വീടിനകത്തിരുന്ന സ്ത്രീകള് ആ സ്ത്രീകളെ കൊണ്ടുപോയി യാറപ്പറമ്പിൽ നിർത്തിയിട്ട് ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലിക്കുന്ന സംസ്കാരം, ആ സംസ്കാരത്തിന്റെ വാഗ്ദാക്കളായ മുസ്ലിയാക്കന്മാര്, ആ മുസ്ലിയാക്കന്മാരുടെ ക്രൂരതയുടെ പരിണതഫലം ഈ അടുത്ത സമയത്ത് തൃശ്ശൂര് സംഭവിച്ചത് അത് മീഡിയകളിലൂടെ നാം കണ്ടു. ഒരിക്കൽ കൂടി അതൊന്ന് കാണുക, ഹൃദയഭേദകമായ ആ കാഴ്ച. സുഹൃത്തുക്കളെ, വലിയ പുണ്യകർമ്മം എന്ന് വിചാരിച്ചിട്ട് നേർച്ചക്ക് പോയ ആളുകളെ സ്ഥിതി അത്. ഈ ആന കൊണ്ടുള്ള ഇബാദത്ത് ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിൽ ആകെ ആനക്കൂട്ടത്തെ പറ്റിയാ പറഞ്ഞത്, കയബം പൊളിക്കാൻ വന്ന ആന, അബാബീൽ പക്ഷികൾ അതിനെ എറിഞ്ഞാട്ടി എന്നാ പറഞ്ഞത്. ഇസ്ലാമിൽ ആനന്റെ ഇബാദത്തുണ്ടോ? പക്ഷെ നേർച്ചക്ക് ആന അത്യാവശ്യമാണെന്നും അത് സുന്നത്താണെന്നും അതിനൊഴിവാക്കേണ്ടതില്ലെന്നും ഫത്വ കൊടുത്തിട്ട്
ആനകളെ അവിടേക്ക് ആകർഷിച്ചു. ആ പുണ്യകർമ്മം കാണാൻ ജനങ്ങൾ പോയി. അവസ്ഥ എന്തായി നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്നൊന്നും മുസ്ലിയാക്കന്മാരെ കൈ കഴുകാൻ സാധിക്കൂല. നിങ്ങളെ ആളുകൾ വിചാരണ ചെയ്യും. നിങ്ങൾ ഇനിയും ജനങ്ങൾ വിചാരണ ചെയ്യും. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇല്ലാത്തത് കള്ളപ്രചരണം നടത്തി. ഞങ്ങളാണ് നവീകരണക്കാരെന്ന് വാദിച്ചില്ലേ? ആരായി ഇപ്പൊ നവീകരണക്കാർ? ജാറ ഉറൂസുകളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഹൈന്ദവ ആചാരങ്ങൾ തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും അതെല്ലാം ആരൊക്കെയോ നടത്തുന്നതാണെന്നും ഇപ്പോൾ സമസ്ത പണ്ഡിതന്മാർ വാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ അവരുടെ അറിവോടും സമ്മതത്തോടും തന്നെയാണ് ഇപ്പോഴും അത് നടക്കുന്നത് എന്ന് തെളിവ് സഹിതം സമർത്ഥിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി അതിനു പുറമെ ഉറൂസുകളിൽ ഉത്സവങ്ങളിൽ നടക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നിവിടെ അമറാൻ ശ്രമിച്ചല്ലോ അലവി ല്ലേ? എന്നാ നോക്കിക്കോ, ഈ മാസത്തത് 2007 18 തീയതി 2007 ബുധനാഴ്ച 29 മുതൽ 27 വരെ 29 നാളെ 27 ഞായർ വരെ എന്താണ് വിഴിഞ്ഞം മുഹീദ്ദീൻ പള്ളിയിൽ ഉറൂസ് മഹാമഹം. എന്താ അവിടെ ഉള്ളത്? കൊടിയേറ്റ്, സമൂഹ പ്രാർത്ഥന, റാത്തി ബാൻഡ്, ഹാരമുട്ട്, ബാൻഡ് മേളം, മെഗാ ഗാനമേള, മെഗാ സൂപ്പർ ഗാനമേള, മെഗാ സൂപ്പർ ഗാനമേള, സൂപ്പർ ഹിറ്റ് ഗാനമേള, പട്ടപ്രദക്ഷിണം, മൗലിദ് പാരായണം, സൂപ്പർ ഹിറ്റ് ഗാനമേള. എന്റെ ഒരു ഗാനമേള നടത്തുന്നാരാ? മെഗാ സൂപ്പർ ഗാനമേള. സിനിമ പിന്നണി ഗായകൻ അലക്സ് ആൻഡ് അഖില ആനന്ദ് ഉണ്ടോ? അപ്പോ സിനിമ പിന്നണി ഗായകൻ അലക്സ് ആൻഡ് ആനന്ദ്, പിന്നെ മൗലിദ് പാരായണം, മെഗാ ഗാനമേള, ജഹാരമുട്ട്, ദഹരാമുട്ട്, ബാൻഡ് മേളം. ഇങ്ങനെ ബാൻഡ് മേളം ഒക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് വിഴിഞ്ഞം അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിക്കുന്നു. അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിക്കുന്നു. അബ്ദുറഹ്മാൻ സഖാഫി മാത്രമല്ല, ഉമർ മൗലവി ഫാദിൽ വഹബി മാത്രമല്ല, ഷാഹുൽ ഹമീദ് സഖാഫി എവിടെ? ഗാനമേളക്കിടയിൽ വാള് സഖാഫിമാരുടെ പ്രസംഗം. അപ്പൊ പ്രസംഗവും ഗാനമേളയും പ്രസംഗവും ഗാനമേളയും ഉഷാറായിട്ടുണ്ട്. ഞങ്ങൾക്ക് ബന്ധമില്ല. ഇവരിത് സലഫി വെച്ചിടുമ്പോ തുടക്കം ഞങ്ങൾക്ക് ബന്ധമില്ല. ആഹാ, നിങ്ങൾക്ക് ബന്ധം വരും. 500ന്റെ തല കാണണം. 500ന്റെ ആ ബിംബിങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ബോധം വരും. അത് ഞങ്ങൾക്കറിയാം. അത് മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സക്കാഫിമാര് പോയിട്ട് പ്രസംഗിക്കുന്ന ആ ഉറൂസിന് പോലും എന്ത് അതേ ഗാനമേളയും ബഹളവും തീർന്നോ ഇല്ല. ഭീമാപള്ളി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ വിമർശിച്ചല്ലോ അലവി. ഭീമാപള്ളിയിലെ ഉറൂസുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. ആരായിരുന്നു ഭീമാപള്ളിയിലെ ഖതീബ്? തെക്കൻ കേരളത്തിലെ കാന്തപുരം എന്നറിയപ്പെടുന്ന ഗൾഫ് നാടുകളിൽ ചെന്നാൽ പിരിവിന് വേണ്ടി ഞാൻ കാന്തപുരത്തിന്റെ അനുജനാണെന്ന് കള്ളം പറയുന്ന മുഹമ്മദ് ബാദുഷാ സഖാഫി ആ ബാദുഷാ സഖാഫി ഖതീബായിരുന്ന ഭീമാപള്ളിയിലെ ഉറൂസിന്റെ രംഗം. ആ രംഗം കണ്ടോളൂ. സലഫി ഫെസ്റ്റും നിങ്ങളൊക്കെ ഒരുപോലെ കണ്ടോളൂ. സുന്നത്ത് ജമാഅത്തിന്റെ താലപ്പുല്യ ജക്കരിയ കമന്റാ, ഉഷാറാവും. സലാം അലൈക്കും യാ ഹബീബ്, സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും യാ നബി, സലാം അലൈക്കും. വളണ്ടിയർ സുന്നത്ത് ജമാഅത്തിന്റെ അതാണ് കുറ്റ്യാടി ഭാഗത്തുള്ളാന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ സുന്നത്ത് ജമാഅത്ത്.
ഭീമാപ്പള്ളി ഉറൂസാണ്. ആ മുസ്ലിംമാര് Ya Habib